This webinar is a part of an initiative by Sparescopes Industries Private Limited for bringing technology to the normal people and understanding the scope and opportunities in this field of aerospace. So this is a part of series of webinars conducted by us for conveying our ideas to the people and getting more people involved in the field of aerospace. So this Space Corps Industries Private Limited is a new initiative by an young entrepreneur, Mr. Sabirish, and he is the brain behind this one. So no, today he will be taking webinar based on aerospace and interstellar propulsion. This is an interesting field where new technological developments are happening in a very fast way. So he will give you an insight to this in detail. So I welcome Mr. Sabirish Govind to take today's webinar. Welcome, Sabirish. താങ്ക് യു സർ. താങ്ക് യു സർ. സോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ഗുഡ് ഈവനിങ് ആശംസിക്കുന്നു. സോ ഐ ആം ശബരീഷ്, ആൻ യങ് ഓൺട്രപ്രണർ. സോ ഞാൻ കറണ്ട്ലി ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി പഠിക്കുന്നു. സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് ഈസ് വൺ ഓഫ് അവർ സ്റ്റാർട്ടപ്പ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റാർട്ടപ്പിലെ മെയിൻ മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റർ ഗിരീഷ് എൻ സാറിനെയും അതുപോലെ മിസ്റ്റർ അഭിജിത്ത് വി സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിലെ എല്ലാവിധ ബോർഡ് മെമ്പർഷിപ്പും വഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ. അപ്പോൾ വളരെയധികം കൊളാബറേഷൻ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഗിരീഷ് സാർ ഒരു റിട്ടയർഡ് എയർഫോഴ്സ് പേഴ്സൺ ആണ്. അതുപോലെ 12 കൊല്ലം അമൃത യൂണിവേഴ്സിറ്റി എയറോസ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഭിജിത്ത് സാറും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അഹല്യയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുകയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് സാറിന്റെ വിഷയം. അപ്പോൾ നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിലുള്ള എല്ലാ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും പ്രൊജക്ട് മാനേജ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മുടെ ഓൺ ബോർഡ് പ്രൊജക്ടിന്റെ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഇവർ രണ്ടുപേരാണ്. സോ first of all, I would like to welcome Mr. Girish N. Sir and Abhijit V. Sir to this event. And another thing is, ഞാൻ ബാക്കിയുള്ള എല്ലാവരെയും നമ്മുടെ ഈ ഒരു വെബിനാർ കേൾക്കാൻ വന്ന എല്ലാ നല്ലവരായ ആളുകളെയും ഞാൻ ഈ ഒരു വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് ഇതേപോലെ ഒരു സീരീസ് ആയിട്ടൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ വ്യാഴാഴ്ചകളിലായിരിക്കും നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുക. നമ്മളൊരു പാഷനേറ്റ് മെമ്പേഴ്സിന്റെ, ഈ ഒരു മേഖലയിലുള്ള പാഷനേറ്റ് മെമ്പേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വെബിനാറുകളുടെയൊക്കെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എയറോസ്പേസ് ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ പ്രൊപ്പൽഷൻ. എങ്ങനെ നമുക്ക് സ്പേസ് ടെക്നോളജിയെ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എയറോസ്പേസ് ടെക്നോളജി, അത് ബേസിക് നമ്മുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം തൊട്ട് എങ്ങനെ നമുക്ക് അത് ഇൻഡർസ്റ്റെല്ലാർ സ്പേസിലോട്ടുള്ള, അതായത് നമ്മൾ ഇന്ന് ബേസിസ് ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ തൊട്ട് നമ്മൾ അമേച്ചർ അസ്ട്രോണമി ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ യൂണിവേഴ്സ് വരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വേദിയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിന്റെ കൂടെ നിങ്ങൾ എന്നും ഉണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ നമ്മുടെ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് എന്താ പറയാ, നമുക്ക് ഇന്ന് ഡിസ്പ്ലേ ഓൺ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്നാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു പ്രസന്റേഷൻ സ്മാർട്ട് ഫോണിലാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ഡു മൈ പ്രസന്റേഷൻ. ഓക്കെ, ഫൈൻ. സോ അപ്പൊ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് എയറോസ്പേസ് ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാം. സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഈ ഒരു സ്റ്റാർട്ടപ്പിൽ നമ്മൾ ചെയ്യുന്നതും എയറോസ്പേസ് ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആണ്. ഗിരീഷൻ സാറും അഭിജിത് സാറും നമ്മുടെ കൊളാബറേറ്റേഴ്സ് ആണ്. അതുപോലെ നമ്മളോടൊപ്പം വളരെയധികം സഹകരിച്ച് നിൽക്കുന്ന രണ്ടുപേരാണ് ഇവര്. അതുപോലെ തന്നെ ഗിരീഷ് സാറിൻ്റെതായിട്ടുള്ള കുറെ സ്കിൽസും അഭിജിത് സാറിൻ്റെതായിട്ടുള്ള ഒരു സ്കിൽസും ചേരുമ്പോൾ നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എയറോസ്പേസ് ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ പ്രൊപ്പൽഷൻ. ഓക്കെ,
അപ്പോൾ വെൽക്കം ടു ദിസ് വെബിനാർ അഗെയിൻ. ഓക്കെ, സോ എയ്റോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊപ്പൽഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏവിയേഷൻ ടെക്നോളജിയിലും സ്പേസ് ടെക്നോളജീസിലുമുള്ള കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിൻ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എയ്റോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് വളരെ ബേസിക് തൊട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഒരു ബേസിക് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എയ്റോസ്പേസ് പ്രൊപ്പൽഷന്റെ ആദ്യത്തെ ഒരു ബേസിക് എന്ന് പറയുന്നത് എഞ്ചിൻ പ്രൊപ്പൽഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് കമ്പസ്റ്റൻ എഞ്ചിൻ പ്രൊപ്പൽഷൻ ആണ്. കമ്പസ്റ്റൻ എഞ്ചിൻ പ്രൊപ്പൽഷനിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു നോർമൽ എഞ്ചിൻ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ ഒരു നോർമൽ കമ്പസ്റ്റൻ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് 4 സ്ട്രോക്കുകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് 4 സ്ട്രോക്കുകളിലാണ് ഒരു നോർമൽ കമ്പസ്റ്റൻ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോർമൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അതിന് ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, കമ്പസ്റ്റൻ സ്ട്രോക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഞാനത് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇൻടേക്ക് സ്ട്രോക്ക്, എന്താണ് കംപ്രഷൻ സ്ട്രോക്ക്, എന്താണ് കമ്പസ്റ്റൻ സ്ട്രോക്ക്, എന്താണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, സോ ഫ്യൂവൽ എയർ മിക്സ്ചർ, ഇപ്പൊ നിങ്ങൾ ഇവിടെ മേളിൽ കാണുന്ന ഒരു ഇമേജ്, നിങ്ങൾ കാണുന്നുണ്ടാവും, ടോപ്പ് റൈറ്റിൽ കാണുന്ന ഒരു ഇമേജ്, അത് കമ്പസ്റ്റൻ എഞ്ചിന്റെ ഒരു ഇമേജ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ടാവും ഫ്യൂവൽ എയർ മിക്സ്ചർ സിലിണ്ടറിലേക്ക് വലിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയനെ നമുക്ക് ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കമ്പസ്റ്റൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നമുക്കൊരു കമ്പസ്റ്റൻ അല്ലെങ്കിൽ ഒരു ജ്വലനം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഫ്യൂവലും, 2 ഓക്സിഡൈസറും. അതായത് ഫ്യൂവലും ഓക്സിഡൈസറും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കമ്പസ്റ്റൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഇപ്പൊ ഞാൻ ആദ്യമേ പറയുന്നത് വളരെ ബേസിക് ആണ്. നമ്മുടെയൊക്കെ വാഹനങ്ങൾ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബൈക്ക്, കാറ്, അതുപോലെ എല്ലാ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന എഞ്ചിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ് ആദ്യം നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇൻടേക്ക് സ്ട്രോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്യൂവൽ എയർ മിക്സ്ചർ സിലിണ്ടറിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇൻടേക്ക് സ്ട്രോക്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്കറിയാം നൈട്രജന്റെയും ഓക്സിജന്റെയും പല വാതകങ്ങളുടെയും സംയുക്തങ്ങളുണ്ട്. അപ്പൊ ഈ വാതകങ്ങളെ എഞ്ചിനിലേക്ക് വലിച്ചെടുക്കുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്ട്രോക്കിന്റെ പേരാണ് കംപ്രഷൻ സ്ട്രോക്ക്. ഈ കംപ്രഷൻ സ്ട്രോക്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻടേക്ക് ചെയ്തിരിക്കുന്ന വാതകങ്ങൾ വളരെ ലോ റീജിയനിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നമ്മൾ മാക്സിമം ഇതിന്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഈ ഒരു പ്രഷർ കൂട്ടിയാലാണ് നമ്മുടെ കമ്പസ്റ്റൻ സ്ട്രോക്കിൽ നമുക്ക് എനർജി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ചെറിയ സ്പേസസിൽ ഈ നമ്മൾ ഇൻടേക്ക് ചെയ്തെടുത്ത വാതകങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്ത് വെക്കും. അതാണ് കംപ്രഷൻ സ്ട്രോക്ക്. അടുത്ത സ്ട്രോക്കാണ് കമ്പസ്റ്റൻ സ്ട്രോക്ക്. കമ്പസ്റ്റൻ സ്ട്രോക്ക് അല്ലെങ്കിൽ കമ്പസ്റ്റൻ അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ കമ്പസ്റ്റൻ സ്ട്രോക്കിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ ഈ വലിച്ചെടുത്ത ഈ ഒരു ഫ്യൂവൽ എയറിനെയും അതുപോലെ നമ്മുടെ വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പെട്രോള്, ഡീസൽ, അല്ലെ, കെറോസിൻ, നമ്മൾ പലതരത്തിലുള്ള ഗ്യാസുകൾ, അതായത് നമ്മൾ എന്താ പറയാ കുറെ തരത്തിലുള്ള ലിക്വിഡ് പെട്രോളിയം ഗ്യാസുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അതുപോലെ നമ്മൾ ഗ്യാസ് എഞ്ചിൻസ് ഉള്ള വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഫ്യൂവലും നമ്മൾ വലിച്ചെടുത്ത എയറും, ഈ എയറിലുള്ളത് ഓക്സിജൻ, ഈ ഓക്സിജനുമായിട്ട് നമ്മൾ ഫ്യൂവലിനെ മിക്സ് ചെയ്ത് കത്തിച്ച് എനർജി റിലീസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പസ്റ്റൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. അതായത് ഈ കമ്പസ്റ്റ് ചെയ്തുണ്ടായ വാതകങ്ങളുടെ സംയുക്തത്തെ നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നു. അതായത് എഞ്ചിൻ, നമ്മൾ എല്ലാവരും കാണാറുണ്ട്, നമ്മുടെ വണ്ടിക്കൊക്കെ സൈലൻസർ ഉണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്ക് ആണത്, അല്ലെ. അപ്പൊ ഈ സൈലൻസർ ആണ് നമ്മുടെ വാതകങ്ങളെ, ഈ കമ്പസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാതകങ്ങളെ പുറന്തള്ളുന്നത് ഈ ഒരു സൈലൻസർ ആണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഒരു ഫ്യൂവൽ എഞ്ചിൻ, അതായത് നമ്മുടെ നിരത്തിലൊക്കെ ഓടുന്ന വാഹനങ്ങളുടെ എഞ്ചിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്, നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4 സ്ട്രോക്കുകളാണ് മെയിൻ ആയിട്ട് വരിക. ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, കമ്പസ്റ്റൻ സ്ട്രോക്ക് ആൻഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഫ്യൂവൽ എയർ മിക്സ്ചർ സിലിണ്ടറിലേക്ക് വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് എന്നും, ഈ ഒരു ഫ്യൂവൽ എയറിനെ ചെറിയൊരു സ്പേസിൽ കൊണ്ടുപോയി കംപ്രസ് ചെയ്ത് വെക്കുന്നതിനെ നമ്മൾ കംപ്രസൻ സ്ട്രോക്ക് എന്നും, ഈ ഒരു ഫ്യൂവൽ മിക്സ്ചറിനെയും ഫ്യൂവൽ എയറിനെയും നമ്മൾ വലിച്ചെടുത്ത എയറിനെയും നമ്മുടെ ഫ്യൂവലിനെയും കൂടി കൂട്ടിച്ചേർത്ത് കത്തിക്കുന്ന ആ സ്റ്റേജിനെ നമ്മൾ കമ്പസ്റ്റൻ സ്ട്രോക്ക് എന്നും പവർ സ്ട്രോക്ക് എന്നും വിളിക്കും. അവസാനമായിട്ട് ഈ കത്തിക്കഴിഞ്ഞുണ്ടാവുന്ന വാതകങ്ങളെ പുറത്തു വിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ഒരു എഞ്ചിന്റെ ഒരു പ്രവർത്തനം. അപ്പൊ ഇങ്ങനെയാണ് ഒരു എഞ്ചിൻ
പവർ അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുന്നത്. ഒരു കാറിന്റെയോ ഒരു ബൈക്കിന്റെയോ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു കാരണം വെച്ചാലും കൂടുതൽ ത്രസ്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഒരു കാറും ബൈക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാറിനും ബൈക്കിനും ഉള്ള ടയറുകൾ നമുക്കറിയാം, ടയറുകൾ റോഡിനെ ബാക്കിലോട്ട് തള്ളുമ്പോഴാണ് നമ്മുടെ അതിനൊരു ത്രസ്റ്റ്, ഒരു കൗണ്ടർ ആക്ഷൻ ആണ് നമ്മുടെ വണ്ടികൾ മുന്നോട്ട് പോകുന്നത്, അല്ലെ? അപ്പോൾ ഈ ഒരു കാറും ബൈക്കും അതിന് ശരിക്കും പറഞ്ഞാൽ ചെറിയ ത്രസ്റ്റ് ഉണ്ടെങ്കിലും അതിന്റെ ആ ഒരു മോട്ടർ, അതായത് അതിന്റെ എഞ്ചിന്റെ എന്താ പറയാ, പല ടർബൈനുകൾ കറങ്ങുകയും അതിന്റെ പല കാര്യങ്ങളും കറങ്ങുക, അങ്ങനെയാണ് ഒരു കാറും ബൈക്കും നമ്മുടെ നിരത്തിൽ കൂടെ ഓടുന്നത്. ഓക്കെ, പക്ഷേ ഒരു റോക്കറ്റ് എഞ്ചിനിലോട്ട് വരുമ്പോൾ നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് വിടും. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ കംപ്രഷൻ സ്ട്രോക്കും കമ്പസ്റ്റൻ സ്ട്രോക്കും എക്സോ സ്ട്രോക്കും ആണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ്, ഇപ്പൊ നമ്മൾ ഒരു നോർമൽ എഞ്ചിന്റെ പ്രവർത്തനമാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി, ഏതൊരു എഞ്ചിൻ ആയാലും, അതൊരു ജെറ്റ് എഞ്ചിൻ ആയിക്കോട്ടെ, അതൊരു പിസ്റ്റൺ എഞ്ചിൻ ആയിക്കോട്ടെ, അതൊരു റെസിപ്രോക്കൽ എഞ്ചിൻ ആയിക്കോട്ടെ, എന്തൊരു തരത്തിലുള്ള എഞ്ചിൻ ആയാലും ആ ഒരു എഞ്ചിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റോക്കറ്റ് എഞ്ചിൻസിൽ വരുന്നത് കംപ്രഷൻ സ്ട്രോക്കും കമ്പസ്റ്റൻ സ്ട്രോക്കും എക്സോ സ്ട്രോക്കും ആണ്. അപ്പൊ ഈ ഒരു ഇതിനകത്തും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ സാധാരണ വാഹനങ്ങൾ എയറിൽ നിന്നും ഓക്സിജൻ, അല്ലെ, അങ്ങനെയാണല്ലോ നമ്മുടെ സാധാരണ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ ഈ റോഡിൽ കൂടെ ഓടുന്നത്. കാരണം എന്താ, തീ കത്തണമെങ്കിൽ അവിടെ നമുക്ക് ഓക്സിജൻ വേണം. അപ്പൊ ഈ ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് വാഹനങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനാണ് വാഹനങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജന്റെ ഈ ഒരു ഫ്യൂൽ എയർ മിക്സ്ചർ എടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ റോക്കറ്റ് എഞ്ചിനുകൾ അല്ലെങ്കിൽ റോക്കറ്റ്സ് ഓക്സിജൻ തീരെ കുറഞ്ഞ ഭാഗത്തുകൂടി സഞ്ചരിക്കണം നമ്മുടെ റോക്കറ്റുകൾക്ക്, അല്ലെ? അപ്പൊ നമുക്ക് റോക്കറ്റ് എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് നമുക്കൊരു റോക്കറ്റിന്റെ ഒരു ചരിത്രം എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് റോക്കറ്റ് ഉണ്ടായത്? പണ്ട് കാലങ്ങളിൽ ചൈനക്കാരായിരുന്നു റോക്കറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അവർ എന്താ പറയാ, സൾഫർ സോൾട്ട് ബിറ്റ് ചാർക്കോൾ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള, അതിനെ പ്രൊപ്പലന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള റോക്കറ്റ് എഞ്ചിനുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. അവർ യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും ഈ ഒരു റോക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ജർമ്മനി ഇടപെട്ടിട്ടുള്ള പല V2 റോക്കറ്റ്സ്, ആദ്യമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത റോക്കറ്റ്സ്, ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള പല ആളുകളും ഇടപെട്ട് അവരത് സ്പേസ് മിഷൻസിലേക്ക് യൂസ് ചെയ്യും. അതിന് നമ്മൾ ഡിപ്പോളോ മിഷൻസ് എന്ന് പറയും. ഡിപ്പോളോ മിഷൻസ് നടന്നിട്ടുണ്ട്. അത് US സോൾജേഴ്സും ജർമ്മനിയൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ചെറിയ മില്ലിമീറ്റർ ക്യാമറയിൽ നമ്മൾ V2 മിസൈൽസിൽ വിട്ടിട്ട് നമ്മൾ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സ്പുട്നിക് 1 ഒക്കെ നടക്കുന്നതിന് മുമ്പുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളായിരുന്നു ഡിപ്പോള മിഷൻസുകൾ. ഓക്കെ, അപ്പൊ ഈ റോക്കറ്റിന്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റോക്കറ്റ് വന്നത്? ചൈനക്കാരായിരുന്നു ആദ്യമായിട്ട് റോക്കറ്റ് കണ്ടുപിടിച്ചത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൾഫർ സോൾട്ട് ബിറ്റ് ചാർക്കോൾ എന്ന് പറയുന്ന ഒരു ഫ്യൂൽ എയർ മിക്സ്, അതായത് സൾഫറും നമ്മുടെ ചാർക്കോളും കൂടി ചേർത്തിട്ടുള്ള അതിന് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളായിരുന്നു. അവര് വെടിമരുന്നും കാര്യങ്ങളൊക്കെ, വെടിമരുന്ന് പരിചയമുണ്ടായ അവര് ആദ്യമേ തന്നെ റോക്കറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ യുദ്ധത്തിന് മാത്രമല്ല പല തരത്തിലുള്ള ബഹിരാകാശ മിഷനുകൾക്ക് വരെ ഇന്ന് റോക്കറ്റ്സ് നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം നമ്മുടെ ISROയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV, ഗ്ലോബൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ GSLV, അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള നാസയുടെ ആയാലും പല തരത്തിലുള്ള റോക്കറ്റ്, Atlas 5 റോക്കറ്റ്സ് ആയാലും, അതുപോലെ Saturn 5, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അപ്പോളോ 11 ചന്ദ്രനിലേക്ക് ആളുകൾ കൊണ്ടുപോയത് Saturn 5 റോക്കറ്റാണ്. അതുപോലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് റോക്കറ്റ്സും അതായത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9, ഫാൽക്കൺ ഹെവി റോക്കറ്റ്സുകളൊക്കെ, അതൊക്കെ റാഫ്റ്റർ എഞ്ചിൻസ്, അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള റോക്കറ്റ് എഞ്ചിനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റോക്കറ്റിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മുടെ നോർമൽ എഞ്ചിനിൽ നമ്മൾ 4 സ്ട്രോക്കുകളാണ്: ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, കമ്പസ്റ്റൻ സ്ട്രോക്ക്, എക്സോ സ്ട്രോക്ക്. പക്ഷെ ഒരു റോക്കറ്റ് എഞ്ചിനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, റോക്കറ്റ് എഞ്ചിൻസിന് ഓക്സിജൻ തീരെ കുറഞ്ഞ സ്ഥലത്ത് കൂടിയും സഞ്ചരിക്കണം നമ്മുടെ അന്തരീക്ഷത്തിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടി റോക്കറ്റ് എഞ്ചിനുകൾ സഞ്ചരിക്കുമ്പോൾ എന്താണ്, അവയ്ക്ക് ഓക്സിജൻ ഉണ്ടാവില്ല. അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കാൻ അവിടെ ഓക്സിജൻ ഇല്ല. അപ്പോൾ റോക്കറ്റുകൾ എന്ത് ചെയ്യണം, ഫ്യുവലിനോടൊപ്പം തന്നെ അവ ഓക്സിഡൈസറുകളും ക്യാരി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റോക്കറ്റ്സുകളും ഉണ്ട്. ഹൈബ്രിഡ് റോക്കറ്റ്സ് ഉണ്ട്, സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ട്, ലിക്വിഡ് പ്രൊപ്പലൻ റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ട്, ഹൈപ്പർഗോളിക് ഉണ്ട്, ക്രയോജനിക് ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു ഓവർവ്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോക്കറ്റിന് ഫ്യൂവൽ ടാങ്കും ഉണ്ടാവും, ഓക്സിഡൈസർ ടാങ്കും ഉണ്ടാവും. അതായത് ഫ്യൂവൽ ടാങ്കും ഓക്സിഡൈസർ ടാങ്കും, ഈ ഫ്യൂവലിനെയും ഓക്സിഡൈസറിനെയും ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് കത്തിക്കുമ്പോഴാണ് നമ്മുടെ റോക്കറ്റ് ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, അതായത് നമ്മൾ ഇവിടെ റോക്കറ്റ്സിൽ മെയിൻ ആയിട്ട് കംപ്രഷൻ സ്ട്രോക്ക് ആണ് ഉപയോഗിക്കുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ, അതുപോലെ ക്രയോജനിക് ഫ്യൂവൽസ്, പലതരത്തിലുള്ള ഫ്യൂവലുകൾ നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോക്കറ്റ്സിൽ. നമ്മൾ ഫ്യൂവൽ ഓക്സിഡൈസ് സെപ്പറേറ്റ് ടാങ്കുകളുണ്ട്. ഈ സെപ്പറേറ്റ് ടാങ്കുകളിലായിട്ട് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്യൂവലിനെ നമ്മൾ പമ്പ് ഫീഡ് സിസ്റ്റം വെച്ചിട്ട്, അതായത് പമ്പ് ഫീഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു റോക്കറ്റ് എഞ്ചിന്റെ ആദ്യത്തെ ഒരു പ്രവർത്തന തത്വം. അതായത് നമ്മൾ കമ്പസ്റ്റൻ ചേമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓക്സിഡൈസറിനെയും ഫ്യൂവലിനെയും ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും പമ്പ് ഫീഡ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫ്യൂവലിനെയും ഓക്സിഡൈസറിനെയും അതിന് വേണ്ട അനുപാതത്തിൽ നമ്മൾ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് സ്പാർക്ക് യൂണിറ്റുകൾ ഉണ്ടാവും. അതായത് റോക്കറ്റ്സിൽ ഇഗ്നീഷൻ ജനറേറ്റ് ചെയ്യുന്ന ഇഗ്നീഷൻ യൂണിറ്റുകൾ ഉണ്ടാവുന്നത് ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിൽ, കംപ്രഷൻ അല്ല, കമ്പസ്റ്റൻ ചേമ്പറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റോക്കറ്റിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്യൂവലിനെയും ഈ ഓക്സിഡൈസറിനെയും മിക്സ് ചെയ്തുണ്ടായ വാതകങ്ങളുടെ മിശ്രിതം വളരെ തീക്ഷ്ണമായ ഊർജ്ജത്തിൽ കത്തുമ്പോൾ അവിടെ ഏറ്റവും അധികം വലിയൊരു ഊർജ്ജമായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് ഏകദേശം ഒരു 3700 ഡിഗ്രിയൊക്കെ ആയിരിക്കും ഒരു ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും ചേർന്നുള്ള റോക്കറ്റ് എഞ്ചിൻസ് അതിന്റെ കമ്പസ്റ്റൻ ചേമ്പറിൽ ഉണ്ടാവുന്ന ഊർജ്ജം. അപ്പോൾ അതിനെ തടുക്കാനായിട്ടുള്ള ഹൈലി കൂളിംഗ് സിസ്റ്റം, അതായത് നമ്മളിപ്പോൾ ലിക്വിഡ് ഹൈഡ്രജൻ റോക്കറ്റ് എഞ്ചിൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി ഇതായിട്ടുള്ള കൂളിംഗ് സിസ്റ്റങ്ങൾ, അഡ്വാൻസ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റങ്ങളും നമ്മളിവിടെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പമ്പ് ഫീഡ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഈ ഒരു കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ അതിനെ കത്തിക്കുന്നു. അതിനെ കത്തിച്ചതിന് നമ്മൾ കൺവേർജിങ് ഡൈവേർജിങ് നോസിൽസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇപ്പൊ ഞാൻ ഈ ഇമേജ് കൊടുത്തിരിക്കുന്നത് ക്യാറ്റായ എന്ന് പറയുന്ന ക്യാറ്റ് സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു റോക്കറ്റ് എഞ്ചിന്റെ ഒരു മാതൃകയാണ്. ഈ ഒരു റോക്കറ്റ് എഞ്ചിന്റെ മാതൃകയിൽ നിങ്ങൾ നോക്കി, അതായത് ഏറ്റവും താഴെ നിങ്ങൾ ബോട്ടം നോക്ക്, അതായത് ബോട്ടം റൈറ്റ് കോർണറിൽ നിങ്ങൾ നോക്കി. അപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ രണ്ട് ഭാഗമാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫ്യൂവലും ഓക്സിഡൈസറും. ഈ ഫ്യൂവലിന്റെ ഓക്സിഡൈസർ നമ്മളൊരു ബെൽ ഷേപ്പിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് കൺവേർജിങ് ഡൈവേർജിങ് റോക്കറ്റ് നോസിൽസ്. ഈ ഒരു കൺവേർജിങ് ഡൈവേർജിങ് റോക്കറ്റ് നോസിൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോക്കറ്റ് എന്താ പറയാ കമ്പസ്റ്റൻ നടന്ന് ഉണ്ടായ വാതകങ്ങളെ വളരെ ശബ്ദത്തിനേക്കാളും നമ്മൾ മാക് 2 മാക് 3 എന്നൊക്കെ പറയും, ശബ്ദത്തിനേക്കാളും കൂടുതൽ വേഗതയിൽ നമ്മൾ അതിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റോക്കറ്റ് എഞ്ചിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തനം വരുന്നത്. നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിൻ പോലെ തന്നെയാണ് റോക്കറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്, പക്ഷേ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ട്. വാഹനങ്ങളുടെ എഞ്ചിൻ അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഓക്സിജൻ സ്വീകരിക്കുന്നതും അതിനെ കത്തിക്കുന്നതും ജ്വലനത്തിനായി അതിനെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തുന്നതും. പക്ഷെ ഒരു റോക്കറ്റ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് എഞ്ചിന് ഫ്യൂവലും ഓക്സിഡൈസറും ഉണ്ട്. ഈ ഒരു ഫ്യൂവലും ഓക്സിഡൈസറിന്റെയും ഒരു മിശ്രിതം, അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂവലിന്റെയും ഓക്സിഡൈസറിന്റെയും മിശ്രിതം നമ്മുടെ കമ്പസ്റ്റൻ ചേമ്പറിൽ എത്തുകയും കമ്പസ്റ്റൻ ചേമ്പറിൽ നിന്ന് കത്തിയ ആ ഒരു അത്രയും ഊർജിതമായ ആ ഒരു വാതകങ്ങളുടെ മിക്സ്ചർ നമ്മൾ കൺവേർജിങ് ഡൈവേർജിങ് റോക്കറ്റ് നോസിൽസ് എന്ന് പറയുമ്പോൾ വലുതിന്ന് തുടങ്ങി ചെറുതിൽ, അതായത് നമുക്ക് മാക്സിമം അതിന്റെ ചെറിയൊരു ഏരിയയിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ ഒരു വാതകങ്ങളുടെ, ഈ പുറന്തള്ളുന്ന വാതകങ്ങളുടെ വേഗത നമുക്ക് കൂട്ടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റോക്കറ്റ് എഞ്ചിൻ, ഒരു പിസ്റ്റൺ എഞ്ചിൻ അല്ലെങ്കിൽ സാധാരണ ഒരു വാഹനങ്ങളുടെ എഞ്ചിന് അവയുടെ വെയിറ്റിന്റെ അത്രയും ത്രസ്റ്റ് തന്നെ ജനറേറ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ ഒരു റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവയുടെ വെയിറ്റിനേക്കാൾ കൂടുതൽ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്താലാണ് ആ ഒരു റോക്കറ്റ്, അതായത് ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് ത്രസ്റ്റും വെയിറ്റും കൂടി നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാച്ചിങ് വന്നാൽ മാത്രമാണ് റോക്കറ്റ്സിന് നമ്മുടെ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി സെക്കൻഡിൽ 11.3 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റി കടന്ന് ബഹിരാകാശത്തോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബലത്തിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പലതരത്തിലും എന്താ പറയാ ഈ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന റോക്കറ്റ് എഞ്ചിനുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റോക്കറ്റ് എഞ്ചിനിലുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ നോർമൽ വാഹനങ്ങളുടെ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മുടെ റോക്കറ്റ് എഞ്ചിനിലേക്ക് വരുമ്പോൾ ഇവിടെ റോക്കറ്റ് എഞ്ചിനുകളിലെ കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ റോക്കറ്റ് എഞ്ചിന് അതിന്റെ മാസിനേക്കാൾ കൂടുതലും ഊർജ്ജം പുറന്തള്ളിയാൽ മാത്രമേ അതിന് എസ്കേപ്പ് വെലോസിറ്റി കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ എല്ലാ റോക്കറ്റ്സിനും ഒറ്റയടിക്ക് എസ്കേപ്പ് വെലോസിറ്റി കൈവരിക്കാൻ സാധിക്കില്ല. നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ചെയ്യുന്നത്
നമ്മുടെ റോക്കറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടാണ് റോക്കറ്റ്സ് എല്ലാവരും പോകുന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നേരെയാണെന്ന് തോന്നുമെങ്കിലും റോക്കറ്റ്സ് ഒരു ചെരിഞ്ഞ ഓർബിറ്റിലൂടെ കൂടിയാണ് പോകുന്നത്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? അത് ഭൂമിയെ ഭ്രമണം ചെയ്യാനുള്ള ആ ഒരു ചുറ്റൽ, അതായത് നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി, നമുക്കൊരിക്കലും എസ്കേപ്പ് വെലോസിറ്റി സെക്കൻഡിൽ 11.3 കിലോമീറ്റർ നമുക്ക് ഒറ്റയടി കൈവരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി കൈവരിക്കാൻ പറ്റും. ഭൂമിയെ ചുറ്റാനുള്ള ഓർബിറ്റൽ വെലോസിറ്റി കൈവരിച്ചിട്ട് അവിടെ നമുക്ക് ഗ്രാവിറ്റിയുടെ സഹായത്തോടെ സ്ലിംഗ് ഷോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി അസിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ബഹിരാകാശത്തോട്ടും അവരുടെ ഹയർ എർത്ത് ഓർബിറ്റിലോട്ടും ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലോട്ടും സാറ്റലൈറ്റുകളെയും ഉപഗ്രഹങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു റോക്കറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ റോക്കറ്റ് എഞ്ചിനിൽ വരുന്നത് ആകെ 3 സ്റ്റേജ് വരുന്നുള്ളൂ: കംപ്രഷൻ സ്ട്രോക്ക്, കമ്പസ്റ്റൻ സ്ട്രോക്ക്, എക്സോസ്. അതിന് നമ്മൾ എന്താ പറയാ, കൺവേർജിങ് ഡൈവേർജിങ് റോക്കറ്റ് നോസിൽസ് വെച്ചിട്ടാണ് നമ്മൾ എക്സോസ് സ്ട്രോക്ക് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു നോർമൽ റോക്കറ്റ് എഞ്ചിനും ഒരു പിസ്റ്റൺ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം. അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള റോക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കുറെ തരത്തിൽ നമുക്ക് റോക്കറ്റ് എഞ്ചിൻസ് അവൈലബിൾ ആണ് അല്ലെ. അപ്പോൾ നമ്മുടെ റോക്കറ്റ് എഞ്ചിൻസ് ഞാൻ PPT-യിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. ഓക്കെ, ഞാൻ പലതരത്തിലുള്ള റോക്കറ്റ് എഞ്ചിൻസ് ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ്. ഈ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഫ്യൂവലും ഓക്സിഡൈസറുമായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്ന റോക്കറ്റ് എഞ്ചിനുകളാണ് നമ്മൾ സോളിഡ്, അതായത് ഇവിടെ നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിവിടെ എന്താ പറയുക, ലിക്വിഡ് ഹൈഡ്രജനോ ലിക്വിഡ് ഓക്സിജനോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ അമോണിയം പെർക്ലോറേറ്റും അതുപോലെ തന്നെ അലൂമിനിയം പൗഡറും, നമ്മൾ ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അമോണിയം പെർക്ലോറേറ്റും അലൂമിനിയം പൗഡറും. അതുപോലെ തന്നെ ഇപ്പോൾ ഹോബി റോക്കറ്റ്സിൽ തന്നെ ഷുഗർ റോക്കറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഷുഗർ, അതായത് പഞ്ചസാരയും പൊട്ടാസ്യം നൈട്രേറ്റും, പഞ്ചസാരയെ ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിട്ട് പൊട്ടാസ്യം നൈട്രേറ്റിനെ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ട്. ഈ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് യന്ത്രഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ നമുക്ക് നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല. അതായത് ഇപ്പൊ നമുക്ക് ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ, ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, നമുക്ക് ഒരു പൈപ്പിൽ നിന്നും വരുന്ന വെള്ളത്തിന് നമുക്ക് വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പക്ഷെ ഒരു സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ കത്തി തീരണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് അതിന് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊന്നും സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസിനെ കൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ ഏറ്റവും ലളിതമായിട്ടുള്ള റോക്കറ്റ് എഞ്ചിൻസ് ആണ്. അപ്പോൾ ഈ ഒരു സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസിൽ നമ്മൾ മെയിനായിട്ട് അമോണിയം പെർക്ലോറേറ്റും അലൂമിനിയം പൗഡറും അതുപോലെ പലതരത്തിലുള്ള സോളിഡ് പ്രൊപ്പലന്റ് ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയം ക്ലോറൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പിന്നെ അതുപോലെ ഇഷ്ടംപോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടുള്ള അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ വാർത്തകളൊക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട് അമോണിയം നൈട്രേറ്റ് എക്സ്പ്ലോഷൻ ഒക്കെ. ഓക്കെ, അതൊരു കൃഷിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു, അതിന്റെ എക്സ്പ്ലോഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൗഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന, ഞാൻ അധികം ഡീപ്പിലോട്ട് പോവാത്തത് ഇതിൽ സാധാരണക്കാരുണ്ട്, അപ്പൊ ഞാൻ മാക്സിമം എളുപ്പത്തിലാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, നമ്മുടെ വിഷുവിനും ദീപാവലിക്കൊക്കെ നമ്മൾ കത്തിച്ച് വിടുന്ന സെയിം റോക്കറ്റ്സ് തന്നെയാണ് സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ്സ്. അതായത് ഫ്യൂവലും ഓക്സിഡൈസറും. നമ്മൾ വെടിമരുന്ന് എടുക്കുകയാണെങ്കിലും വെടിമരുന്നിലും ഉണ്ടാവും. നിങ്ങൾ ചില വെടിമരുന്നുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലൂമിനിയം പൗഡർ കാണാനായിട്ട് പറ്റും. അതായത് ചില ഫ്ലാഷി പടക്കങ്ങൾ നിങ്ങൾ തുറന്നു നോക്കുവാണെങ്കിൽ, അതായത് നല്ല നമുക്ക് അറിയില്ലേ, പൊട്ടുമ്പോൾ ഫ്ലാഷ് പോലെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് പോലെ കാണാൻ പറ്റുന്ന ചില പടക്കങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അലൂമിനിയം പൗഡേഴ്സ് ഒക്കെയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അലൂമിനിയം പൗഡേഴ്സും അതുപോലെ നമുക്ക് ഓക്സിഡൈസർ ആയിട്ട് വെടിമരുന്നും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള റോക്കറ്റ്സിനെയാണ് നമ്മൾ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നമ്മൾ ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ലിക്വിഡ് പ്രൊപ്പലന്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഫ്യൂൽസ് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് RP1 കെറോസിൻ. RP1 കെറോസിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഏവിയേഷൻ കെറോസിൻ, അതായത് QAV1 കെറോസിനുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു കെറോസിൻ, നമ്മുടെ ഏവിയേഷൻ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന QAV1 കെറോസിൻ, ആ ഒരു കെറോസിനുമായിട്ട് വളരെയധികം സിമിലാരിറ്റി കാണിക്കുന്ന ഒരു കെറോസിനാണ് RP1 കെറോസിൻ. സംഭവത്തിലുള്ളൂ നമ്മുടെ മണ്ണെണ്ണ തന്നെയാണ് സംഭവം. പക്ഷെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന മണ്ണെണ്ണയല്ല, നമ്മുടെ മണ്ണെണ്ണയെ ഏറ്റവും കൂടുതൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഒരു കെറോസിൻ മോഡലാണ് RP. നമുക്ക് ശരിക്കും പച്ചവെള്ളം പോലെ തന്നെ ഇരിക്കും RP1 കെറോസിൻ. RP1 കെറോസിനും ലിക്വിഡ് ഓക്സിജനും വെച്ചിട്ടുള്ള റോക്കറ്റ് എഞ്ചിൻസ് ഉണ്ട്. അതായത് നമ്മളതിനെ എന്താ പറയുക, ഹൈപ്പർഗോളിക് എന്ന് വിളിക്കാറുണ്ട് നമ്മൾ. പക്ഷേ അതൊരു ക്രയോജനിക് എഞ്ചിൻ അല്ല കേട്ടോ. പിന്നെ നമ്മൾ RP1 കെറോസിനും നമ്മുടെ അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈലി കോൺസെൻട്രേറ്റഡ് ഉള്ള ഹൈഡ്രജൻ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ടുള്ള റോക്കറ്റ് എഞ്ചിൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ. ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും.
അതായത് നമുക്ക് വാൽവുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ ലിക്വിഡ്സിന്റെ ഒഴുകുന്ന ദ്രാവകങ്ങളുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻസിനെ പറ്റി പറയാനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻസ് വരുന്ന ഒരു സബ് ബ്രാൻഡാണ് നമ്മുടെ സബ്സെഷൻ ആണ് നമ്മുടെ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം നമ്മുടെ ഇന്ത്യ പോലും സ്വന്തമായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ക്രയോജനിക്, അതായത് നമ്മുടെ C21 CE21 എന്നിവയാണ് ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിനുകൾ. ഓക്കെ, അപ്പോൾ ക്രയോജനിക് എഞ്ചിനിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം താപനില കുറഞ്ഞ വാതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വാതകങ്ങളുടെ താപനില കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രഷറും കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഷർ നമ്മൾ കുറച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാതകങ്ങൾ എന്ത് ചെയ്യും? അത് ലിക്വിഡ് സ്റ്റേജിലെത്താം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിക്വിഡ് നൈട്രജൻ, ഇത് -196 ° ആണ് ലിക്വിഡ് നൈട്രജൻ. ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഗ്യാസിന്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഗ്യാസിന് തണുപ്പിച്ച് മൈനസ്, അതായത് നമുക്കറിയാം 0 ഡിഗ്രി എത്തുമ്പോൾ തന്നെ വെള്ളം തണുത്ത ഐസാവും. അപ്പോൾ നമ്മുടെ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് -196 ° ആണ്. അപ്പൊ എത്രയോ താഴെയാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ഹൈഡ്രജനെയും ലിക്വിഡ് ഓക്സിജനെയും നമ്മൾ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് ആണ് ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻസ്. ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് അന്തരീക്ഷ മലിനീകരണം ഒട്ടും തന്നെ ഉണ്ടാക്കുന്നില്ല. അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജലം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഹൈഡ്രജൻ -256 ° ലിക്വിഡ് ഓക്സിജൻ -190 ° ലിക്വിഫൈ ആവുന്നത്, ഓക്സിജനും ഹൈഡ്രജനും. അപ്പൊ ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു വാതകമാണ് അല്ലെ. നമുക്ക് സൂക്ഷിക്കാൻ, അത് ക്യാരി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, സൂക്ഷിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് വെച്ചാലേ നമുക്ക് അതിനെ സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനെയും കൂടി കൂട്ടി നമ്മൾ കത്തിച്ച് ട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിൻസ് ആണ് ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻസ് ആയ C25 CE25. ഇതുപോലെ തന്നെ പല ലിക്വിഡ് മെത്തേൻ വെച്ചത്, മീതേൻ ആണ്, ലിക്വിഡ് മെത്തേൻ വെച്ചിട്ടുള്ള റോക്കറ്റ് എഞ്ചിൻസും അവൈലബിൾ ആണ്, ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻസിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്പേസ് എക്സിന്റെ ഒക്കെ റോക്കറ്റ്സ് ഇത്ര എഫിഷ്യന്റ് ആവാനുള്ള ഒരു കാരണം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്പേസ് എക്സിന്റെ റോക്കറ്റ്സ് വളരെ എഫിഷ്യന്റ് ആകും കാരണം നമ്മൾ ക്രയോജനിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രയോജനിക്കിന്റെയും താഴേക്ക് വരുന്നുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നോർമൽ തണുപ്പിക്കുന്ന ടെമ്പറേച്ചർ അപ്പോൾ അതിനേക്കാളും നല്ലോണം ഇപ്പൊ കൂടുതൽ നമ്മൾ ഗ്യാസത്തിന് പോലെ നമ്മൾ ലിക്വിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്പേസിൽ അതിനെ കൂടുതൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെല്ലാവരും LPG സിലിണ്ടർ നിങ്ങൾ കണ്ടിരുന്നു, അത് നിങ്ങളൊന്ന് കുലുക്കി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ലിക്വിഫൈ ആയിട്ടായിരിക്കും LPG ഗ്യാസ് ഉണ്ടാവുക, നമ്മുടെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. എന്തുകൊണ്ടാണ്? നമ്മുടെ LPG സിലിണ്ടറിന്റെ ഉള്ള ഒരു പ്രഷറിൽ നമ്മുടെ LPG വച്ചുകൊണ്ടാണ് അത്ര ലിക്വിഡ് ആയിട്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഗ്യാസ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ LPG നമ്മൾ ഗ്യാസ് ആയിട്ട് സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ സിലിണ്ടറിൽ കൂടുതൽ വാതകത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലിക്വിഫൈ ആണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് ഏരിയയിൽ കൂടുതൽ ഫ്യൂവലിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽസ് അന്തരീക്ഷ താപനിലയിൽ എത്തുമ്പോൾ അത് ഗ്യാസ് ആവും അല്ലെ. അപ്പോൾ ഒരു ചെറിയൊരു ഒരു തുള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേയധികം കുറേയധികം വാതകങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ഗ്യാസസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രയോജനിക് എഞ്ചിൻസ് അല്ലെങ്കിൽ ക്രയോജനിക് ഫ്യൂവൽസ് നമ്മുടെ റോക്കറ്റ് എഞ്ചിൻസിൽ ഉപയോഗിക്കുന്നത്. സോ അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻസ്, നമ്മൾ ക്രയോജനിക് എഞ്ചിൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്രയോജനിക് എഞ്ചിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ലിക്വിഡ് ഹൈഡ്രോജനും ലിക്വിഡ് ഓക്സിജനും. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിനിൽ നമ്മൾ ഹൈഡ്രൈസിൻ യൂസ് ചെയ്യാറുണ്ട്, മോണോമീഥിൽ ഹൈഡ്രൈസിൻ, ഡൈമീഥിൽ ഹൈഡ്രൈസിൻ. അതുപോലെ തന്നെ നമ്മൾ RP1 കെറോസിൻ, QAV1 കെറോസിൻ ഏവിയേഷൻ ഫ്യൂൽ ആണ്. പക്ഷേ ചില സർക്കംസ്റ്റാൻസസിൽ നമുക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് റോക്കറ്റ് ഫ്യൂൽസ് ആയിട്ട്. ഇത്ര എഫിഷ്യന്റ് അല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, RP1 കെറോസിനും ലിക്വിഡ് ഓക്സിജനും. അപ്പൊ ഇതാണ് ഒരു ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻ എന്താണ്, സോളിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻ എന്താണ്. അടുത്തായിട്ട് നമുക്ക് ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻ എന്താന്ന് പറയാം അല്ലെ. ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത് മിക്സ്ചർ, അതായത് ലിക്വിഡ് പ്രൊപ്പൽഷന്റെയും സോളിഡ് പ്രൊപ്പൽഷന്റെയും മിക്സ്ചറിനെ, അതായത് മിക്സിനെയാണ് നമ്മൾ ഹൈപ്പർഗോളിക് എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് എന്നും പറയാറുണ്ട് അതിന് അല്ലെ. അപ്പൊ നമ്മുടെ ഹൈബ്രിഡും ഹൈപ്പർഗോളിക് എന്നും ഞാൻ PPT കൊടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഞാൻ PPT എല്ലാം റെഫർ ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് പോയിന്റ്സ് നോക്കിയാൽ മതി PPT-യുള്ള. ഞാൻ അതിനേക്കാളും ബിയോണ്ട് ആയിട്ടാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ ഇത് സോളിഡിന്റെയും ലിക്വിഡിന്റെയും സോളിഡ് ആൻഡ് ലിക്വിഡിന്റെയും ഒരു ഇതാണ്, അതിന്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് ഹൈപ്പർഗോളിക് റോക്കറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ റബ്ബർ യൂസ് ചെയ്യാറുണ്ട്, വളരെ ഫൈൻ പൗഡർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തൊരു സാധനത്തിന്റെയും
നമ്മളിപ്പോൾ ഒരു ഗോതമ്പ് പൊടി, നമ്മൾ നോർമൽ മരത്തിന്റെ പൊടി എടുത്ത് നമ്മൾ തീയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമൽ മരം എടുത്ത് നമ്മൾ തീയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളൊരു നോർമൽ മരത്തിന് നല്ല ഫൈൻ പൗഡർ എടുത്ത് തീയിലോട്ട് ഇട്ട് വയ്ക്കുക, അത് പെട്ടെന്ന് കത്ത് പിടിക്കും. കാരണം നമ്മൾ പൊടിക്കും തോറും, നമ്മളൊരു സാധനത്തിന്റെ വളരെ ഫൈൻ പൗഡർ ആക്കും തോറും അതിന് കമ്പസ്റ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, അതിന് കത്താനുള്ള സാധ്യതകളും അല്ലെങ്കിൽ കത്താനുള്ള കേപ്പബിലിറ്റി കൂടും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു സോളിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻസിലും നമ്മുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് എഞ്ചിൻസിലും. അപ്പോൾ ഹൈപ്പർഗോളിക് ഇത്രേ ഉള്ളൂ. നമ്മുടെ സോളിഡ് പ്രൊപ്പൽഷന്റെ ലിക്വിഡ് പ്രൊപ്പൽഷന്റെ ഒരു മിശ്രിതയാണ് ഹൈ. അതായത് ഇപ്പൊ ഒരു റോക്കറ്റ്സിൽ വരുമ്പോൾ 2 ലെയർ ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. 2 ലെയറിലും ഒരെണ്ണത്തിൽ സോളിഡ് പ്രൊപ്പലന്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരെണ്ണത്തിൽ നമ്മൾ ലിക്വിഫൈ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ലിക്വിഡ് ഓക്സിഡൈസർ ഉണ്ടാവും, അതിന്റെ താഴെ സോളിഡ് ഫ്യൂൽ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയാ പോളിമർ ഉണ്ടാവാം, റബ്ബർ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ, പലതരത്തിൽ നമ്മളിപ്പോൾ അതുപോലെ എന്താ പറയുക അലൂമിനിയം പൗഡർ യൂസ് ചെയ്യാറുണ്ട്, അമോണിയം പെർക്ലോറേറ്റ് യൂസ് ചെയ്യാറുണ്ട്, പലതരത്തിൽ നമ്മൾ അമോണിയം നൈട്രേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻസും അല്ലെങ്കിൽ ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻസും ഉണ്ട്. ഓക്കെ, സോളിഡ് പ്രൊപ്പലന്റ് മാത്രമുള്ളതുണ്ട്, സോളിഡ് ലിക്വിഡും ആയിട്ടുള്ളതുണ്ട്, എന്താ പറയാ നമ്മുടെ സോളിഡും ഗേഷ്യസും ആയിട്ടുള്ള റോക്കറ്റ്സും ഉണ്ട്. അടുത്തത് ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസ് ഒക്കെ ഭ്രമണപഥത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സും ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സ്, ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ആൾട്ടിറ്റ്യൂഡ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലോട്ട് നമ്മളൊരു സാധനത്തിന് നമുക്ക് ഭൂമിയിൽ നിന്നിന്റെ എക്സ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ 11.3 km/s. അതായത് സെക്കൻഡിൽ 11.3 km വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. അതൊരു വലിയ റോക്കറ്റ് ആയാലും ഒരു ചെറിയ ബാസ്കറ്റ് ബോൾ ആയാലും രക്ഷപ്പെടാൻ പാടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭൂമിയുടെ ഇപ്പൊ നമുക്ക് ഒരു കല്ലെടുത്ത് നല്ലോണം എറിയും. ഇപ്പൊ നിങ്ങളൊന്ന് ചോർത്ത് നോക്കി, അതായത് നമ്മൾ എന്തൊരു ഭാഗം നമ്മൾ ഫിസിക്സിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു കല്ലെടുത്ത് നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കല്ല് സഞ്ചരിക്കുന്നത് ശരിക്കും ഒരു സർക്കുലർ വേയിലാണ്, അല്ലെ? നിങ്ങൾ ആ ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർക്ക് പോലെയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ. ഇപ്പൊ നമ്മളൊരു വെടി എന്താ പറയാ ഭൂമിയുടെ പുറത്തേക്ക് സ്പേസിലോട്ട് ഒരു വെടി വയ്ക്കുന്നതായിരിക്കും. സോ ഇവിടെ സ്പേസിലോട്ട് നമ്മൾ വെടി വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ആ ഒരു എസ്കേപ്പ് വെലോസിറ്റി കടന്നു കഴിഞ്ഞാലും അത് ഭൂമിയിലോട്ട് വീഴാൻ ശ്രമിക്കും. പക്ഷെ എന്താ, ഭൂമി സ്വയം, എർത്ത് ഒരു സ്പെറിക്കൽ ഷേപ്പാണ്, ഒരു ഗ്രാവിറ്റി അതിനെ സെന്ററിലോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കല്ല് എങ്ങനെയാണോ നമ്മളൊരു കല്ല് എങ്ങനെയാണോ നമ്മുടെ ഓർബിറ്റൽ മെക്കാനിക്സിന്റെ ഒരു ബേസിക് ആണ് ഞാൻ പറയുന്നത്, ഡീപ്പിലോട്ട് പോകുന്നില്ല, അത് ഓർബിറ്റൽ മെക്കാനിക്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓർബിറ്റൽ മെക്കാനിക്സിന്റെ ഒരു ബേസിക് പറയുന്നത്. അപ്പോൾ ഓർബിറ്റൽ മെക്കാനിക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റോ ഒരു ഒബ്ജക്റ്റോ നമ്മൾ ഭൂമിയുടെ പുറത്തേക്ക് എറിയുകയാണ്, അത് ഭൂമിയിലോട്ട് തന്നെ പതിക്കും. പക്ഷെ എന്ത് പറ്റുന്നു, ഭൂമി സ്വന്തമായിട്ട് അതിന്റെ അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം അത് പതിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ ഭാഗം റൊട്ടേറ്റ് ആയി പോകും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ആ സാറ്റലൈറ്റിന്റെ എഞ്ചിൻ ഒന്ന് ഇഗ്നേറ്റ് ചെയ്ത് അതിനെ പിന്നെയും ആ ഓർബിറ്റ്, അപ്പൊ അത് എന്ത് ചെയ്യും, ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ശരിക്കും അത് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് അനന്തമായിരിക്കും. മനസ്സിലായോ? അതായത് ഭൂമിയെ ഇങ്ങനെ ചുറ്റി വരുന്ന പോലെയാണ് അത് വീഴുന്നത്. ഞാനിത് കഴിഞ്ഞിട്ട് വാർപ്പ് ഡ്രൈവിന്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി തന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക ഈ ഒരു നമ്മുടെ ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസും നമ്മുടെ സാറ്റലൈറ്റും എല്ലാം ഓർബിറ്റിൽ നിൽക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് ചെയ്യുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് നമുക്ക് അധികം എനർജി ഒന്നും വേണമെന്നില്ല. അതായത് നമുക്കിപ്പോൾ ഒരു 10 കിലോ ഫ്യൂൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 15 20 40 കൊല്ലമൊക്കെ നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റിന് നമുക്ക് ആൾട്ടിറ്റ്യൂഡിൽ നിർത്താനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അധികം ഫ്യൂൽ ഒന്നും വേണ്ട. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആ ഒരു ഭൂമിയുടെ അടുത്തോട്ട് വരുമ്പോൾ അത് ഭൂമിയിലെ ഗ്രാവിറ്റി പിടിച്ച് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഫ്യൂൽ യൂസ് ചെയ്ത് ഒന്നും കൂടി പൊക്കി അതിന്റെ ഓർബിറ്റിൽ എടുത്ത് പിന്നെ അത് റൊട്ടേറ്റ് ചെയ്യും. അത് പതുക്കെ പതുക്കെ ഭൂമിയുടെ അടുത്തോട്ട് വരും, നമ്മൾ പിന്നെയും ഫ്യൂൽ വെച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കോൺസ്റ്റന്റ് ആയിട്ടൊരു എന്താ പറയാ ഓർബിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ചന്ദ്രനും ചൊവ്വാഗ്രഹത്തിന്റെ ഉപഗ്രഹവും അല്ലെങ്കിൽ മറ്റുള്ള ഉപഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വീഴാത്തതിന്റെ കാരണം അത് വളരെയധികം, ചന്ദ്രനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നിന്നും 3 ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ് ഭൂമിയെ വലം വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് വീഴാനുള്ള ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഭൂമിയിലോട്ട് വീഴാനുള്ള ഒരു ഭാരം ചന്ദ്രനില്ല. ഭൂമിയുടെ മാസം വെച്ച് നോക്കുമ്പോൾ ചന്ദ്രന്റെ മാസം ഭയങ്കര കുറവാണ്. പക്ഷേ എന്താ പറയാ നമ്മുടെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ മേളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഭൂമിയിലോട്ട് വീഴാനുള്ള ടെൻഡൻസി കൂടും. കാരണം നമുക്ക് ഇവിടെ എത്ര പറഞ്ഞാൽ പോലും നമ്മുടെ സ്പേസിൽ, ഔട്ടർ സ്പേസിൽ നമ്മൾ എന്താ പറയാ ഒരു ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് വരെയെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയർ ചെറിയൊരു സ്വാധീനം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര ത്രസ്റ്റ് കൊടുത്താലും ഈ ഒരു വീഴാനുള്ള കാരണവും കൂടി ഇത് തന്നെയാണ്. അതായത് എക്സോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ അന്തരീക്ഷം നേർത്ത പാളികളുണ്ടാവും. അത് ഈ ഒരു
എന്താ പറയുക, നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഫ്രിക്ഷൻ ചെലുത്തുന്നുണ്ട്. ആ ഫ്രിക്ഷൻ കാരണം നമ്മൾ കൊടുക്കുന്ന വേഗത പതിയെ പതിയെ കുറഞ്ഞു 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 വരുന്നതുകൊണ്ടാണ് നമ്മുടെ സ്പേസ് സ്റ്റേഷനൊക്കെ ഭൂമിയുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പിന്നെ ഓർബിറ്റിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസിനും, അതായത് ഇതാണ് ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സും ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സും ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സും സെയിം തന്നെയാണ്. മെയിനായിട്ട് ഇത്രേ ഉള്ളൂ. ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ് നമ്മൾ സാറ്റലൈറ്റ്സിൽ, നോർമൽ സാറ്റലൈറ്റ്സിൽ യൂസ് ചെയ്യുന്നു. ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സ് നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് റോക്കറ്റ് എഞ്ചിൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു കമ്പസ്റ്റൻ എഞ്ചിൻ എന്താണെന്നുള്ളത് പറഞ്ഞു, എന്താണ് റോക്കറ്റ് എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, റോക്കറ്റിന്റെ ഇവല്യൂഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് റോക്കറ്റ് എഞ്ചിൻ, സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ, ലിക്വിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് എഞ്ചിൻ, ഹൈപ്പർഗോളിക് റോക്കറ്റ് എഞ്ചിൻ. സോ ഈ ലിക്വിഡ് പ്രൊപ്പലന്റ് ഒരു സബ്സെറ്റ് ആണ് ക്രയോജനിക് റോക്കറ്റ് എഞ്ചിൻ. അതുപോലെ ആൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ബൂസ്റ്റേഴ്സ്, ഓർബിറ്റ് സ്റ്റേഷൻ കീപ്പിംഗ് ബൂസ്റ്റേഴ്സ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ഇൻട്രസ്റ്റെല്ലാർ പ്രൊപ്പൽഷന്റെ ആദ്യത്തെ ഒരു ഭാഗം, അതായത് നമ്മൾ ഇപ്പോൾ ഇതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജേണിയാണ്. നമ്മുടെ എർത്തിൽ നിന്ന് നമ്മളൊരു ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷനെ പറ്റി മനസ്സിലാക്കി. ഇനി നമുക്ക് സ്പേസിലൂടെ ട്രാവൽ ചെയ്യണം, അല്ലെ? അപ്പോൾ സ്പേസിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് ആണ് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പോഴും ഒരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്, ചിലത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ ടെക്നോളജി, അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ. ഓക്കെ, അപ്പൊ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ അല്ലെങ്കിൽ അയോണൈസേഷൻ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് പലതരത്തിൽ ഇപ്പോഴും നമ്മൾ പല സാറ്റലൈറ്റ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ. വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് അയോണൈസേഷൻ പ്രോസസ്, ത്രസ്റ്റ് ജനറേഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആറ്റത്തിന് പലതരത്തിലുള്ള ചാർജ്, നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്, അല്ലെ? ഈ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷൻ തന്നെയാണ്. അതായത് അയോൺ ഡ്രൈവ് സ്പേസ് ക്രാഫ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് സോളാർ പാനൽസ് ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശം നമ്മൾ കളക്ട് ചെയ്യും. അതായത് സൂര്യപ്രകാശത്തിന് സൗരോർജ്ജത്തിന് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ ബാറ്ററികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് ആർഗൺ. ഇനേർട്ട് ആയിട്ടുള്ള പല പല ഗ്യാസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആർഗൺ ഉപയോഗിക്കുന്നുണ്ട്, ക്രിപ്റ്റോൺ ഗ്യാസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇനേർട്ട് സ്വഭാവങ്ങളായിട്ടുള്ള ഗ്യാസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റോക്കറ്റ് പ്രൊപ്പൽഷൻ, എനിക്ക് അത് പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ പറയുമ്പോഴും ഈ ഒരു ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഹീലിയം പോലുള്ള അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അയോൺ പ്രൊപ്പൽഷനിൽ നമ്മൾ ആർഗൺ, ക്രിപ്റ്റോൺ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയോൺ പ്രൊപ്പൽഷനിൽ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യനിൽ നിന്നും എനർജി, സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് എനർജി സ്റ്റോർ ചെയ്യുകയും ആ ഒരു എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്യും. ആ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും അല്ലെങ്കിൽ നോർത്ത് പോളും ഒരു മാഗ്നറ്റിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യും, അല്ലെ? നോർത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ റിപ്പൽ ആവും. അതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ അയോൺസിനും ഒരു പ്രോപ്പർട്ടി, ഒരു റിപ്പൾസീവ് പ്രോപ്പർട്ടി തന്നെയാണ് അയോൺസിനും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചാർജസ് യൂസ് ചെയ്യണം. അപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും അട്രാക്ട് ചെയ്യും. നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മൾ അയോൺസിനെ ഇതെല്ലാം റിപ്പൾഷൻ ഫോഴ്സിലൂടെ എത്തിക്കുകയും ആ ഒരു റിപ്പൽ ചെയ്ത് പോകുന്ന അയോൺസിനെ നമ്മൾ ഇതെല്ലാം ചെറിയ സ്പേസിലൂടെ കടത്തി വിടുമ്പോൾ ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ കുറേ അധികം സയൻസ് ഉണ്ട്. അതായത് ഇതിന്റെ പുറകിൽ അയോണൈസേഷൻ പ്രോസസ്, ഡെറ്റിനേഷൻ പ്രോസസ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ത്രസ്റ്റ് ജനറേഷൻ പ്രോസസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, ന്യൂട്രോണിക് അയോൺസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അയോൺ ത്രസ്റ്ററിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു അയോൺ ത്രസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും തമ്മിൽ റിപ്പിൾ ചെയ്യുന്ന അയോൺസിന് നമ്മൾ ഒരു ചെറിയ, അതായത് ഇത്രയും ചിന്തിച്ചാൽ മതി, നിങ്ങൾ അത്രയും ഒന്നും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമ്മൾ അയോൺസിനെ പുറത്ത് വിടുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സ്പേസ് ക്രാഫ്റ്റിനെ അപേക്ഷിച്ച് അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ വളരെയധികം എഫിഷ്യന്റ് ആണ്. നമുക്ക് വളരെ ചെറിയ ആക്സലറേഷനിൽ നമുക്ക്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആക്സലറേഷൻ കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നോളജി. അതായത് പതിയെ നമുക്ക് ഇതിന്റെ ആക്സലറേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി കൂടുതൽ ആക്സലറേഷൻ അല്ലെങ്കിൽ കൂടുതൽ കാലത്തേക്ക് നമുക്കൊരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ നിലനിർത്താനും അയോൺ ഡ്രൈവ് ത്രസ്റ്ററുകൾക്ക് സാധിക്കും.
അപ്പൊ ഇങ്ങനെയാണ് ഒരു അയോൺ ഡ്രൈവ് ത്രസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് അയോൺ ഡ്രൈവ് ത്രസ്റ്റർ. ഓക്കെ, അപ്പൊ അയോണൈസേഷൻ ഞാൻ അതുകൊണ്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിൽ വെച്ചിരിക്കുന്ന സോളാർ പാനലുകളിലോ അല്ലെങ്കിൽ ബാറ്ററികളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഊർജ്ജങ്ങൾ വെച്ചതിന് ശേഷം ഈ ഒരു അയോൺസിനെ പുറത്തു വിടുകയാണ് ശരിക്കും അയോൺ ഡ്രൈവ് ത്രസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അയോൺസ് പുറത്തു പോയതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് മുന്നോട്ട് സഞ്ചരിക്കുന്നു. എല്ലാത്തിലും ഉള്ളൊരു നിയമം, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അതാണ് എല്ലാത്തിലും ഉള്ളൊരു നിയമം. അപ്പോൾ ഇതാണ് നമ്മുടെ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇനി അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം പലതരത്തിലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നാസയുടെ പല സ്പേസ് ക്രാഫ്റ്റുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അയോൺ ഡ്രൈവ്. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെക്നോളജി ആദ്യം വികസിപ്പിച്ചിരുന്ന സമയത്ത് എല്ലാവരും ഇതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടെക്നോളജി വർക്ക് ആവില്ല. ഇതുപോലെ തന്നെ ഒരു ടെക്നോളജി ആയിരുന്നു EM ഡ്രൈവ് ടെക്നോളജി. നിങ്ങൾ ആരെങ്കിലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായുള്ള റോജർ ഷോയർ ആണിത് മുന്നോട്ട് വെച്ച EM ഡ്രൈവ്. അതായത് അയോൺസ് പോലെ തന്നെ അതായത് നമുക്കറിയാലോ സൗണ്ട്, ശബ്ദ തരംഗങ്ങൾ വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ത്രസ്റ്റ്. പക്ഷെ അത് ഇപ്പോഴും ഒരു കോൺസെപ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. അത് ഇപ്പോഴും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അയോൺ ഡ്രൈവ് ത്രസ്റ്ററും. പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്തു, അറ്റ് ലാസ്റ്റ് നമ്മളത് പ്രൂവ് ചെയ്തു. അയോൺ ഡ്രൈവ് ത്രസ്റ്റർ നമ്മൾ നിലവിൽ വരുത്തി. പല സാറ്റലൈറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ നമ്മൾ അയോൺ ഡ്രൈവ് ത്രസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ റോക്കറ്റ്സ് ഉപയോഗിച്ചു, നമ്മൾ സ്പേസിലോട്ട് കടന്നു, നമ്മൾ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം വെച്ച് നമ്മൾ സ്പേസിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പോൾ അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷനേക്കാളും വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും വളരെയധികം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷേ നാസ പോലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരെ എത്തിയെങ്കിലും അത് റിജക്റ്റ് ചെയ്ത് കളയുമായിരുന്നു ചെയ്തത്. ഓക്കെ, ആ ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലൂടെ നമ്മൾ അടുത്തതായിട്ട് കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ കടക്കാനായിട്ട് പോകുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പേരാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പോൾ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ കടക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈറ്റ് സെയിൽ ടെക്നോളജീസിനെ പറ്റിയിട്ട് നമ്മൾ കടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാസ പോലും ഇത് പരീക്ഷണ ഘട്ടത്തിൽ നാസ ഇതിന്റെ കുറെ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ അവർ ലാസ്റ്റ് ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇവിടെ ചെയ്യുന്നത് ഡെറ്റുനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഡെറ്റുനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കമ്പനിയാണ് ജെറ്റോ സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. സോ അവൻ്റെ കമ്പനി വികസിപ്പിച്ചെടുക്കുന്നത് ഡെറ്റുനേഷൻ എഞ്ചിൻസ് ആണ്. ന്യൂക്ലിയർ അല്ല, അത് വേറെ ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഡെറ്റുനേഷൻ എഞ്ചിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് രണ്ട് രീതിയിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷനും ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷനും ഉണ്ട്. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? അതായത് യുറേനിയം, തോറിയം പോലുള്ള ആറ്റങ്ങൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഊർജ്ജം ലഭിക്കും. അതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് ഹൈഡ്രജൻ നമ്മൾ കൂടിച്ചേരുമ്പോൾ ഒരു ഹീലിയം ഉണ്ടാവുന്നു. സിമ്പിളായിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ. എല്ലാ സ്റ്റാർസും, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാർസും വർക്ക് ചെയ്യുന്നതും അങ്ങനെയാണ്. നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് നമ്മുടെ സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാർസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എഞ്ചിൻ ഇപ്പോഴും നമുക്ക് ചൈനയുടെ ചില ആർട്ടിഫിഷ്യൽ സൺ പ്രൊജക്റ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന. അതിലൊക്കെ അവർ ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറയുക, ന്യൂക്ലിയർ ബോംബ്, ആണവ ബോംബുകൾ, ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശക്തി റോക്കറ്റ് അല്ലെങ്കിൽ എഞ്ചിനുകളെ പ്രൊപ്പൽ ചെയ്യുന്നത്. ഇത് വളരെയധികം എഫിഷ്യൻ്റ് ആണ്. ഒരു ന്യൂക്ലിയർ എഞ്ചിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന്, അതായത് നമ്മളൊരു ന്യൂക്ലിയർ സ്പേസ് ക്രാഫ്റ്റിന് ഒറ്റ യാത്രയിൽ തന്നെ നെപ്റ്റ്യൂൺ, യുറാനസിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്, നാസയൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോഴും അത് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ സാധ്യമാക്കുവാണെങ്കിലും നമുക്ക് അടുത്ത നക്ഷത്രം, സൂര്യൻ കഴിഞ്ഞ അടുത്ത നക്ഷത്രത്തിലേക്ക് വരും നമുക്കത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ റോസ്കോസ്മോസ്, റഷ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള റോസ്കോസ്മോസിന്റെ സ്യൂസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് 2030 അവരുടെ ലോഞ്ച് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്യൂസ് സ്പേസ് ക്രാഫ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പോൾ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇത്രേ ഉള്ളൂ. നമ്മുടെ ന്യൂക്ലിയർ ബോംബിന്റെ ഡെറ്റുനേഷൻ പ്രഷർ, അതായത് ന്യൂക്ലിയർ ബോംബ്സ് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജത്തിൽ നിന്ന് കിട്ടുന്ന എനർജി, അതാണ് ഈ ന്യൂക്ലിയർ
പൾസ് പ്രൊപ്പൽഷൻ. അപ്പോൾ റഷ്യയുടെ റോസ്കോസ്മോസിനെ പറ്റി റോസ്കോസ്മോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ ഉപയോഗിക്കാൻ പോകുന്ന ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ എഞ്ചിൻ US സ്പേസ് ക്രാഫ്റ്റിൽ ആദ്യം സാധാരണ റോക്കറ്റ് എഞ്ചിനുകൾ വെച്ചിട്ട് ഭൂമിക്ക് പുറത്തെത്തിക്കും. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ന്യൂക്ലിയർ എഞ്ചിൻസ് ഉപയോഗിച്ചിട്ട് അതിന്റെ പ്രവർത്തനം തുടരും. അതുപോലെ തന്നെ നിങ്ങൾ പലതരത്തിലും കേട്ടിട്ടുണ്ടാകും ന്യൂക്ലിയർ ജനറേറ്റേഴ്സ് ഉണ്ട്, റേഡിയോ ഐസോട്ടോപ്പ് ഡീകേ എഞ്ചിനുകൾ അല്ലെ. അതായത് ന്യൂക്ലിയർ ഇപ്പൊ വോയേജറിലൊക്കെ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകളാണ് വോയേജർ 1 ആൻഡ് വോയേജർ 2. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ, അത് ന്യൂക്ലിയർ എഞ്ചിൻ ഒന്നും അല്ല, അതായത് അതിന്റെ വോയേജറിന് എനർജി കൊടുക്കുന്ന തെർമോ ഇലക്ട്രിക് ജനറേറ്ററാണ്, അത് ന്യൂക്ലിയർ ജനറേറ്ററാണ്. അതുപോലെ ചില സബ്മറൈൻസിലും നമ്മൾ ഇപ്പോഴും ന്യൂക്ലിയർ എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ റേഡിയോ ആക്റ്റീവ് കുറെ പ്രോപ്പർട്ടികളും അതുപോലെ ഇതിന്റെ അപകടകരമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ, അതായത് മനുഷ്യർക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കണം. ഇത് കൂടുതൽ സുരക്ഷിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തോളം കാലം ഇത് മനുഷ്യർക്ക് സഞ്ചരിക്കാൻ സജ്ജമല്ല ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ റഷ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള റോസ്കോസ്മോസിന്റെ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ മിഷനായിട്ടുള്ള സൂസ് സ്പേസ് ക്രാഫ്റ്റ് മിഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇപ്പൊ നമ്മൾ ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ആയിട്ട് പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ലൈറ്റ് സെയിൽ ആൻഡ് സോളാർ സെയിലിംഗ് ആൻഡ് ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം, ലേസർ സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടി തന്നെ കാണാം, നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് ഒരു റിസർച്ച് പേപ്പർ തന്നെ ഇതിനു വേണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു റിസർച്ച് പേപ്പറിൽ നമ്മുടെ ഈ ഒരു വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന അഭിജിത്ത് വി സാർ ആയിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്തത്. കോൺസെൻട്രേറ്റഡ് സ്റ്റാർ ഷോ ടെക്നോളജി എന്നായിരുന്നു ആ ഒരു റിസർച്ച് പേപ്പറിന്റെ പേര്. അപ്പൊ അതിനകത്തുള്ള എല്ലാ ഗൈഡൻസും നമ്മളൊരു 4 മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു റിസർച്ച് പേപ്പർ എഴുതുകയും, നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല, നമ്മൾ എഴുതുകയും അഭിജിത്ത് സാറിന്റെ എല്ലാ തരത്തിലുള്ള ഗൈഡൻസും ആ ഒരു റിസർച്ച് പേപ്പറിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോൺസെൻട്രേറ്റഡ് സ്റ്റാർ ഷോ ടെക്നോളജി എന്നായിരുന്നു ആ റിസർച്ച് പേപ്പറിന്റെ പേര്. അപ്പോൾ എന്താണ് നമുക്ക് ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കാം അല്ലെ. അപ്പൊ എന്തായിരിക്കാം ഒരു ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം? അതായത് ഒരു ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് അതിന് പറയാനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഒരു ചലനമുണ്ട് അല്ലെ. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ് അല്ലെ. ഫോട്ടോൺസും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കണികകളാണ്. അവയ്ക്കുമുണ്ട് ചെറിയ തരത്തിലുള്ള ഒരു മാസ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ത്രസ്റ്റ്, അതായത് അതിന് ഒരു സ്പേസ് ക്രാഫ്റ്റിനെ പ്രൊപ്പൽ ചെയ്യാനായിട്ട് സാധിക്കും, ഒരു സ്പേസ് ക്രാഫ്റ്റിനെ മുന്നോട്ടോ പിന്നോട്ടോ ചലിപ്പിക്കാനായിട്ട് ഒരു ഫോട്ടോൺ കണികയ്ക്ക് സാധിക്കും. അപ്പൊ എന്താണ് സോളാർ സെയിലിംഗ് ആൻഡ് ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഇവിടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് കാണുന്നുണ്ടാവും. ഈ സ്പേസ് ക്രാഫ്റ്റിൽ നിങ്ങൾ സ്ക്വയർ ഷേപ്പിൽ കാണുന്നത് റിഫ്ലക്റ്റീവ് സെയിലുകളാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് റിഫ്ലക്റ്റീവ് ലൈറ്റ് വെയിറ്റ്, നമ്മൾ കാർബൺ ഫൈബറും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക മൈലാർ ഷീറ്റുകളുണ്ട്, അലൂമിനിയം മൈലാർ എന്നൊക്കെ പറയും. നമ്മൾ മൈലാർ ഷീറ്റുകൾ വെച്ച് കവേർഡ് ആയിട്ടുള്ള ചില എന്താ പറയുക സോളാർ സെയിലുകൾ. ഈ സോളാർ സെയിലുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പേസിൽ നമ്മൾ സ്പേസിൽ ഈ സോളാർ സെയിൽ സ്പേസ് ക്രാഫ്റ്റിനെ വയ്ക്കുകയും സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു കണ്ടിന്യൂസ് ഫോട്ടോണിക് പ്രഷർ, സോളാർ സെയിലിംഗ് ഇസ് എ റെവല്യൂഷണറി പ്രൊപ്പലിംഗ് മെത്തേഡ് ഓഫ് എ സ്പേസ് ക്രാഫ്റ്റ് ത്രൂ സ്പേസ് യൂസിങ് സോളാർ ഫോട്ടോൺസ്. അതായത് സൂര്യനിൽ നിന്നുള്ള കണ്ടിന്യൂസ് ഫോട്ടോണിക് പ്രഷർ, അതായത് കണ്ടിന്യൂസ് ഈ ഫോട്ടോൺസ് വന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ മൂലമാണ് നമ്മുടെ സോളാർ സെയിലിംഗ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. നമ്മുടെ 2010 നമ്മുടെ ജാപ്പനീസ് എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി നടത്തിയ ഇക്രോസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റും അതുപോലെ തന്നെ പ്ലാനറ്ററി സൊസൈറ്റി 2012 നടത്തിയിരിക്കുന്ന ഡീപ് സ്പേസ് എക്സ്പ്ലോറേഷൻ മിഷൻസ്, അല്ലെങ്കിൽ നാനോ സെയിൽ ഡി എന്ന് പറയുന്ന മിഷൻസ്, അത് നാസ നടത്തിയതാണ്. അതുപോലെ തന്നെ നാനോ സെയിൽ ഡി, അതുപോലെ തന്നെ ഇക്രോസ് സ്പേസ് ക്രാഫ്റ്റ്, അതുപോലെ പ്ലാനറ്ററി സൊസൈറ്റിയുടെ ഇന്റർസ്റ്റെല്ലാർ പ്രോബ്സ്, ഇതെല്ലാം സോളാർ സെയിലിംഗ് ടെക്നോളജീസിന് നമ്മൾ, അതുപോലെ ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2018 നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ആരംഭിച്ച ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ലേസർ സെയിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ലേസർ സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം. അതായത് ലേസേഴ്സ് ഉപയോഗിച്ചിട്ട്, ഹൈ പവേർഡ് ആയിട്ടുള്ള ലേസേഴ്സ് ഉപയോഗിച്ചിട്ട് സ്പേസ് ക്രാഫ്റ്റിനെ പ്രകാശത്തിന്റെ 10% വേഗതയിൽ സഞ്ചരിപ്പിച്ചിട്ട് ആൽഫ സെന്റോറി സ്റ്റാർ സിസ്റ്റം, നമ്മുടെ നിയറസ്റ്റ് സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെന്റോറി സ്റ്റാർ സിസ്റ്റം, അവിടേക്ക് എത്തിക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു നമ്മുടെ ബ്രേക്ക് ത്രൂ സ്റ്റാർ ഷോട്ട്. അതിന്റെ ഡെവലപ്മെന്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ കോടീശ്വരനായിട്ടുള്ള യൂറി മില്ലർ ഇതുവരെ അതിനുവേണ്ടി കുറേ അധികം പണമാണ് ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇനിയും പണം അതിന്റെ നിക്ഷേപമായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, പ്ലാനറ്ററി സൊസൈറ്റിയാണ് നമ്മുടെ എന്താ പറയുക ബ്രേക്ക് ത്രൂ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉൾപ്പെടുന്ന.
യൂറി മില്ലറും സ്റ്റീഫൻ ഹോക്കിങ്സും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിന്റെ CEO ആയിട്ടുള്ള മാർക്ക് സക്കംബർഗും ഒക്കെ ഉണ്ട് ഈ ഒരു പാർട്ണറിൽ. ഓക്കെ, അപ്പൊ ഇതാണ് സോളാർ സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം. ഇത്രേ ഉള്ളൂ. നമ്മുടെ ലൈറ്റ്, നമ്മുടെ കണ്ടിന്യൂസ് ഫോട്ടോണിക് പ്രഷർ ഈ ഒരു സെയിലിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അത് സ്പേസ് ക്രാഫ്റ്റിനെ ഒരു പ്രൊപ്പൽഷൻ, ഒരു ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ സ്പേസ് ക്രാഫ്റ്റിനെ അത് സ്പേസിലൂടെ തള്ളി തള്ളി വിടും. അതാണ് നമ്മുടെ സോളാർ സെയിലിംഗ് ടെക്നോളജി. ഈ സോളാർ സെയിലിംഗ് ടെക്നോളജീസിനും പലതരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, സൂര്യനിൽ നിന്നും ഇത് കൂടുതൽ ദൂരോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഇതിന്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, സ്പീഡ് ഇപ്പൊ നമ്മുടെ സെയിൽ ബോട്ട് നിങ്ങൾ എല്ലാവരും കണ്ട പായക്കപ്പലുകൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ കാറ്റ് അല്ലെ, നമ്മുടെ പായകളിൽ നമ്മുടെ കാറ്റ് വന്ന് തട്ടുമ്പോൾ, അതായത് വിൻഡ്, നമ്മുടെ കാറ്റ് എന്ന് പറയുന്നത് കുറെ ആറ്റങ്ങളാണല്ലോ സഞ്ചരിച്ചുകൊണ്ട്, ഞാൻ അതാണ് പറഞ്ഞത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ഒരു എന്താ പറയാ, ഒരു എന്താ പറയുക, മൊമെന്റം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈറ്റിന്റെ മൊമെന്റം ഫോഴ്സ് തന്നെ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനും ഒരു മൊമെന്റം ഉണ്ട്. ഈ കാറ്റ് വന്ന് നമ്മുടെ പായക്കപ്പലിന്റെ പായയിൽ ഇടിക്കുമ്പോഴാണ് കപ്പൽ കടലിൽ കൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെയാണ് സോളാർ സെയിലും. അതുപോലെ തന്നെ പ്രകാശം, ഇവിടെ നമ്മൾ കാറ്റിന് പോലെ യൂസ് ചെയ്യുന്നത് പ്രകാശമാണെന്ന് മാത്രം. ഓക്കെ, പ്രകാശ കണികകൾ നമ്മുടെ ഈ ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈറ്റ് സെയിലിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സോളാർ സെയിലിംഗ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇത്ര ഉള്ളൂ നമ്മുടെ സോളാർ സെയിൽ. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മുടെ പായക്കപ്പൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെയാണ് സോളാർ. അത് പായക്കപ്പലിൽ നമ്മൾ കാറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ലാർജ് റിഫ്ലക്റ്റീവ് ലൈറ്റ് വെയിറ്റ് സെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സെയിൽ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പട്ടം പോലെ ഇരിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ സെയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് സോളാർ സെയിലിംഗ് ടെക്നോളജി. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക, ഇതിന്റെ കുറെ കാര്യങ്ങളെ പറ്റി തീസിസ് ഒക്കെ എടുത്ത് നമ്മൾ പഠിച്ചു. നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ നമ്മൾ റിസർച്ച് പേപ്പറും പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിന്റെ ആദ്യത്തെ പേര് സ്റ്റെല്ലാർ എയറോസ്പേസ് യൂണിവേഴ്സ് എന്നായിരുന്നു. ഇപ്പോൾ അത് റീനെയിം ചെയ്തിട്ട് സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസ് എന്നാക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ റിസർച്ച് പേപ്പറിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റെല്ലാർ എയറോസ്പേസ് യൂണിവേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ 4 മാസം മുമ്പ് സ്പേസ് കോർപ്സ് ഇൻഡസ്ട്രീസിന്റെ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൺസെൻട്രേറ്റഡ് സ്റ്റാർ ഷോട്ട് ടെക്നോളജി. ഓക്കെ, അതായിരുന്നു നമ്മൾ ചെയ്ത റിസർച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ സോളാർ സെയിലിംഗ് ആൻഡ് ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ ടെക്നോളജി. അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്താണ് വാർപ്പ് ഡ്രൈവ് ടെക്നോളജി. ഈ ഒരു വാർപ്പ് ഡ്രൈവ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയാ, വളരെയധികം ചർച്ചയായി മാറിക്കൊണ്ടിരുന്ന, അതായത് സ്റ്റാർ ട്രെക്ക് മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്റ്റാർ ട്രെക്ക് മൂവീസിലുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ ഒരു വാർപ്പ് ഡ്രൈവ് ടെക്നോളജി. അതായത് എന്താണ് ഒരു വാർപ്പ് ഡ്രൈവ്? അതായത് വാർപ്പ് ഡ്രൈവ് ടെക്നോളജിക്ക് പ്രകാശത്തിന്റെ 10,000 കണക്കിന് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും നോക്കുമ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ചിട്ട് നത്തിങ് ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കൂടുന്തോടും ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടും അല്ലെ. നമ്മളിപ്പോൾ കുറേ സ്പീഡ് സഞ്ചരിക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടും. കൂടുതൽ മാസിനെ പ്രൊപ്പൽ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കൂടുതൽ എനർജി വേണം. അപ്പോൾ പ്രകാശ വേഗത്തിൽ നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റിനെ സഞ്ചരിപ്പിക്കണം, നമുക്കവിടെ ഇൻഫിനിറ്റ് എനർജി വേണം. കാരണം പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്ററിൽ വേഗത്തിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാസും കൂടും. അത്രയും മാസിനെ പ്രൊപ്പൽ ചെയ്യാനായിട്ട് നമുക്കൊരു എനർജി സോഴ്സും വേണം. അപ്പോൾ ഈ സോളാർ സെയിലിംഗ് ടെക്നോളജി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ കണ്ടിന്യൂസ് ഫോട്ടോണിക് പ്രഷർ, നമ്മുടെ സണ്ണിന്റെ കണ്ടിന്യൂസ് പ്രഷർ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതും ഇൻഫിനിറ്റ് അല്ല, അത് നിങ്ങളൊന്ന് ഓർക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്പേസിൽ നമ്മളൊരു വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ഫോഴ്സ് കിട്ടുന്ന വരെ ആ ഒരു ക്രാഫ്റ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ എർത്തിലൊക്കെ ആണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു എന്താ പറയാ, ഒരു ബോള് നമ്മൾ എർത്തിൽ, അതിലൊരു പന്ത് നമ്മൾ മണ്ണിൽ ചുറ്റുവാണെങ്കിൽ ആ പന്തിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? അവിടെ എയറിന്റെ ഫ്രിക്ഷൻ ഉണ്ട്, അതിന് തടയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ സ്പേസിൽ എന്താ പറയാ, അവിടെ ഗ്രാവിറ്റേഷണൽ പുള്ള്, ഗ്രാവിറ്റി ഇല്ല എന്ന് പറയില്ല. ഗ്രാവിറ്റി പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട് അവിടെ. പക്ഷെ എങ്കിൽ പോലും അത്ര നമ്മുടെ പ്ലാനറ്റിൽ കാണുന്ന അത്രയും ട്രമൻഡസ് ഒന്നുമല്ല. പിന്നെ സ്പേസിൽ അറ്റ്മോസ്ഫിയറിൽ, സ്പേസ് ഹാസ് നോ അറ്റ്മോസ്ഫിയർ, നോ പാർട്ടിക്കിൾസ്, അവിടെ വാക്യൂം ആയതുകൊണ്ട് ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന്റെ വേഗതയെ തടയും. ഇപ്പൊ നമ്മൾ സ്പേസിൽ കൊണ്ടുപോയിട്ട് ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ കൊണ്ടുപോയി കറക്കി കഴിഞ്ഞാൽ ആ ഫിഡ്ജറ്റ് സ്പിന്നർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും സ്പേസിൽ. ഓക്കെ, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് വാർപ്പ് ഡ്രൈവിനെ പറ്റി മനസ്സിലാവും. ഈ വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ നാസ അതിനെ വളരെയധികം ഗൗരവമായിട്ടെടുത്ത് നാസയുടെ എന്താ പറയുക നാസ ഈഗിൾ വർക്കേഴ്സ് ലാബറട്ടറി അവർ വളരെയധികം ഇപ്പോഴും വാർപ്പ് ഡ്രൈവിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് വാർപ്പ് ഡ്രൈവ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കടലിൽ ഒരു നമ്മുടെ സർഫ് ബോർഡ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെയാണ് വാർപ്പ് ഡ്രൈവിൽ സഞ്ചരിക്കുന്നത്. അതായത് സ്പേസ് ടൈമിന് മുന്നിലോട്ടും പിന്നിലോട്ടും കർവ് ചെയ്തിട്ടാണ് വാർപ്പ് ഡ്രൈവ് സഞ്ചരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും നമുക്ക് പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ ഒരിക്കലും സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം?
അതവിടെ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി വേണം. പക്ഷേ നമ്മുടെ ഒരു അടിസ്ഥാന നിയമം, ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, അവയെല്ലാം പ്രകാശത്തിനേക്കാളും വേഗതയിലായിരിക്കും. അതായത് സ്പേസ് ടൈം എത്ര വേണമെങ്കിലും വേഗതയിൽ കൂടെ സഞ്ചരിക്കാം. അതായത് ഈ വാർഡ്രൈ ടെക്നോളജിയിൽ ഒരിക്കലും സ്പേസ് ക്രാഫ്റ്റ് അല്ല സഞ്ചരിക്കുന്നത്, അവയെ വഹിച്ചിരിക്കുന്ന സ്പേസ് ടൈമാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? അതായത് സ്പേസ് ടൈം, ഇപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും സ്പേസ് ടൈമിനെ മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുമ്പോൾ. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഓൺ ആക്കി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വാർഡ് ഡ്രൈവ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഇതായിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്, എങ്ങനെയാണ് സ്പേസ് ടൈമിനെ വളയ്ക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ വാർപ്പ് ബബിൾ ആണ്, നമ്മൾ വാർപ്പ് ബബിൾ ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു സ്പേസ് ടൈമിൽ. അതിനൊക്കെ നമുക്ക് ഇൻഫിനിറ്റി, ഇതിനാണ് നമ്മൾ വാർപ്പ് സൈക്കിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാണുന്നത് 2 ടയർ പോലത്തെ സംഭവം. ഇതാണ് വാർപ്പ് ബബിൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വാർപ്പ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന 2 സർക്കിൾസ്. ഓക്കെ, ഈ ഒരു സർക്കിൾസ് ആണ് നമ്മുടെ വാർപ്പ് ബബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പേസ് ടൈമിനെ നമ്മൾ വളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസിൽ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് അല്ല സഞ്ചരിക്കുന്നത്, ആ സ്പേസ് ക്രാഫ്റ്റിനെ വഹിച്ചിരിക്കുന്ന സ്പേസ് ടൈമാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസ് കൂടുന്നതനുസരിച്ച് ഉള്ള ഒരു വസ്തു നമ്മുടെ സ്പേസ് ടൈമിനെ കർവ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് സ്പേസ് ടൈമിനെ കർവ് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്, കാരണം നമുക്ക് മാസ് കൂട്ടി കൊടുത്താൽ മതി. പക്ഷെ മാസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി എമൗണ്ട് ഓഫ് എനർജി വേണം. അത്ര എനർജി നമുക്ക് ഇതുവരെ അതിനുള്ളൊരു എഫക്റ്റും കിട്ടില്ല. അപ്പോൾ ഈ വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസ്, ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒരു തിയററ്റിക്കൽ പോസിബിലിറ്റി ആണ് ഇപ്പോഴും, ഇതിപ്പോഴും ഒരു പ്രാക്ടിക്കൽ വേയിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാർപ്പ് ഡ്രൈവ് ടെക്നോളജി, ഇതിന്റെ പുറകിലുള്ള ആരാണ് സയന്റിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാർപ്പ് ഡ്രൈവ്. അപ്പോൾ ഈ വാർപ്പ് ഡ്രൈവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ സ്റ്റാർ ട്രെക്ക് മൂവീസിൽ നിന്നുമാണ് നമ്മുടെ വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റാർ ട്രെക്ക് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റാർ ട്രെക്ക് മൂവീസ് വളരെയധികം ഫേമസ് ആയിരുന്നു, സ്റ്റാർ ട്രെക്ക് മൂവീസ് ഒക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സ്റ്റാർ ട്രെക്ക് മൂവീസിന് ശേഷം നമ്മുടെ മിഗ്വേൽ അൽകുബേർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫിസിസിസ്റ്റാണ് നമ്മൾ പരിഗണിക്കുന്ന വാർപ്പ് ഡ്രൈവിനെ സീരിയസ് ആയിട്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് സ്പേസ് ടൈമിനെ വളയ്ക്കാൻ സാധിക്കും, നമുക്ക് സ്പേസ് ടൈമിനോടൊപ്പം നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്, മിഗ്വേൽ അൽകുബേർ. അതുപോലെ നമ്മുടെ നാസയുടെ ഈഗിൾ വർക്കേഴ്സ് ലാബറട്ടറി, നമ്മുടെ ഈഗിൾ വർക്കേഴ്സ് ഇതിനു വേണ്ടിയിട്ട് വളരെയധികം റിസർച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് അതിന്റെ വാർപ്പ് ഡ്രൈവിന്റെ ഒരു പ്രോട്ടോടൈപ്പെങ്കിലും ഉണ്ടാക്കാൻ അവർ നോക്കുന്നുണ്ട്, അതിന്റെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ അവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മിഗ്വേൽ അൽകുബേർ പറയുന്നത് കശ്മീർ ക്യാവിറ്റി എഫക്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു വാർപ്പ് ഡ്രൈവിനെ നമുക്ക് ഇതേപോലെ വളയ്ക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വേറൊരു കോൺസെപ്റ്റാണ് ആന്റി ഗ്രാവിറ്റി അല്ലെങ്കിൽ ആന്റി മാറ്റർ. ഈ ആന്റി മാറ്ററും ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അത് നമുക്ക് ആന്റി ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിക്ക് എതിരെ, ഇപ്പൊ നമുക്ക് അറിയാം നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്ക് എതിരായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് റിപ്പൾഷൻ അല്ലെ? അതുപോലെ തന്നെ ഗ്രാവിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഗ്രാവിറ്റേഷണൽ റിപ്പൾഷൻ. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനും ഉണ്ട്, ഗ്രാവിറ്റേഷണൽ റിപ്പൾഷനും ഉണ്ട്. അപ്പോൾ ഒരു അട്രാക്റ്റീവ് എനർജിയും ഒരു റിപ്പൾസീവ് എനർജിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റിയുടെ ഒരു റിപ്പൾസീവ് എനർജിയാണ് ആന്റി ഗ്രാവിറ്റി. നിങ്ങൾ പലതരത്തിലുള്ള എന്താ പറയുക UFOകൾ കണ്ടിട്ടുണ്ടാകും, ആന്റി ഗ്രാവിറ്റി ഉപയോഗിക്കുന്ന UFOകൾ. അതിനെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഗ്രാവിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നമില്ല, കാരണം അതിന് ആന്റി ഗ്രാവിറ്റിയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആന്റി ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പല കശ്മീർ ക്യാവിറ്റി എഫക്റ്റ് എന്നൊക്കെ നമ്മൾ അതിനെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല, വളരെയധികം സയന്റിഫിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കശ്മീർ ക്യാവിറ്റി എഫക്റ്റ്. അപ്പോൾ കശ്മീർ ക്യാവിറ്റിനെ പറ്റി നമ്മൾ ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 2 വസ്തുക്കളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഗ്രാവിറ്റിയുടെ ഒരു അനോമലിനെ നമുക്ക് കശ്മീർ ക്യാവിറ്റി എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കശ്മീർ ക്യാവിറ്റി എഫക്റ്റ്. അതുപോലെ സയന്റിസ്റ്റ് ഈ ഒരു എന്താ പറയുക വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസ് നടക്കുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മിഗ്വേൽ അൽകുബേർ ആണ്. നാസയുടെ ഈഗിൾ പ്രൊപ്പൽഷൻ ലാബറട്ടറി, ഈഗിൾ വർക്കേഴ്സ് എന്താ പറയുക നമ്മുടെ വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവർ ഇപ്പോഴും അതിനുവേണ്ടി റിസർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസിനെ പറ്റി പറയാനാണെങ്കിൽ. സോ അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റെല്ലാർ പ്രൊപ്പൽഷനിലാണ് നമ്മൾ അവസാനത്തെ സ്ലൈഡിലോട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് നമ്മൾ എയറോസ്പേസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ കണ്ടു. നമ്മൾ ബേസിക് കമ്പസ്റ്റൻ അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പൽഷൻ സിസ്റ്റം തൊട്ട് നമ്മൾ ഇപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ പറഞ്ഞു, അയോൺ ഡ്രൈവ് പ്രൊപ്പൽഷൻ ടെക്നോളജി പറഞ്ഞു, ന്യൂക്ലിയർ പൾസ് പ്രൊപ്പൽഷൻ ടെക്നോളജി പറഞ്ഞു, സോളാർ സെയിലിംഗ് ആൻഡ് ലൈറ്റ് സെയിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം പറഞ്ഞു, വാർപ്പ് ഡ്രൈവ് പ്രൊപ്പൽഷൻ സിസ്റ്റം പറഞ്ഞു, പോസിബിലിറ്റീസ് ഓഫ് വാർപ്പ് ഡ്രൈവ് ടെക്നോളജീസും പറഞ്ഞു. അടുത്തായിട്ട് നമുക്ക് കുറച്ച് അമേച്ചർ അസ്ട്രോണമി ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് സ്ലൈഡിലോട്ടാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അമേച്ചർ അസ്ട്രോണമി ആൻഡ് ഇൻഡർസ്റ്റെല്ലാർ യൂണിവേഴ്സ്, അമേച്ചർ അസ്ട്രോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതൊരു എന്താ പറയുക, അമേച്ചർ അസ്ട്രോണമി എന്ന് നമ്മൾ അമേച്ചർ ആയിട്ട്, അതായത് നമ്മൾ വളരെ എന്തൂസിയാസിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അസ്ട്രോണമി നമ്മൾ അമേച്ചർ അസ്ട്രോണമി, അതായത് നമ്മൾ ബ്ലാക്ക് ഹോൾസ്, വേം ഹോൾസ്, ടൈം ഡൈലേഷൻ,
ടൈം ട്രാവൽ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാനൊരു എക്സാമ്പിൾ വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സെഷൻ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയല്ല, ഇപ്പോൾ നമ്മളൊരു Q&A സെഷനിലോട്ട് കിടക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കി കാണിച്ചു തരും. അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ Q&A ടൈമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഞാനൊരു 10 മിനിറ്റ് ഇവിടെ ടൈം വെച്ചിട്ടുണ്ട്. ഈ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചു, 9:09 അപ്പോൾ ഒരു 9:15 വരെ നമുക്ക് ടൈം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ വീഡിയോ ഓൺ ആക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. മിസ് നേരത്തെ പറഞ്ഞായിരുന്നില്ലേ മറ്റേ ഫോട്ടോൺ വെച്ചിട്ട്? ബോയ്. അയ്യോ സോറി. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോൺ വെച്ചിട്ട് എന്തോ എനർജി ഉണ്ടാക്കണ കാര്യം പറഞ്ഞില്ല. അപ്പൊ ഫോട്ടോൺ മാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഫോട്ടോൺ ശരിക്കും മാസ് ഇല്ലല്ലോ, മാസ് ഇല്ലാത്തൊരു ബോഡിയാണെന്നാണ് മാസ് ഇല്ല നമുക്ക് ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്താ പറയാ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് മാസം എന്നല്ല ഞാനിവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് മൊമെന്റം ആണ് പറയുന്നത്. മനസ്സിലായോ? മൊമെന്റം എന്ന് പറയുന്നത് അത് മാസിന്റെ വെലോസിറ്റി ആണല്ലോ. അതെ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം വിൻഡ് കാറ്റ് അല്ലെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണികളാണല്ലോ കാറ്റ്. അപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഒരു മൊമെന്റം ഉണ്ട്, മാസ് അല്ല. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ ക്ലിയറിംഗ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. സോ എന്താ പറയാ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യത്തിനും ഒരു മൊമെന്റം ഉണ്ട്. ഓക്കെ, ഈ ഫോട്ടോണിന് മാസ് ഇല്ലാന്ന് പറയാം. ഫോട്ടോണിന് വളരെ ചെറിയ മാസ് ഉണ്ട്. ഫോട്ടോണിനും മാസ് ഉണ്ട്. പക്ഷെ മാസ് വളരെ, നമുക്ക് ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലാന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയാണ് ഫോട്ടോൺ. അതുകൊണ്ടാണ് മാസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഫോട്ടോണിന് നമുക്ക് പ്രകാശത്തിനേക്കാളും വേഗതയിൽ നമുക്ക് ഫോട്ടോണിന് അല്ലെങ്കിൽ പ്രകാശ വേഗതയിൽ ഫോട്ടോൺസിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന 3 ലക്ഷം കിലോമീറ്റർ. പക്ഷേ നമുക്ക് പറയാനായിട്ട് സാധിക്കും, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു കാര്യത്തിനും ഒരു മൊമെന്റം ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ സോളാർ സെയിലിംഗ് ടെക്നോളജി ചെയ്യുന്നത് ഈ ഒരു മൊമെന്റം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രകാശകണികകൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പേസ് എന്ന് പറയുമ്പോൾ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പേസിൽ കൊണ്ടുപോയി ഒരു ചെറിയ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ടുപോയി നമ്മൾ എന്താ പറയുക പവർ ചെയ്താൽ പോലും നമുക്ക് ത്രസ്റ്റ് കിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സ്പേസിൽ നമുക്കൊരു ചെറിയൊരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ഈ പറയുന്ന പോലെ, പിന്നെ മാത്രമല്ല നമ്മുടെ ഭൂമിയിൽ ഇപ്പം നിങ്ങളത് പറയുന്നതിന് എനിക്കൊരു മെയിനായിട്ട് കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭൂമിയിൽ ഇപ്പം നിങ്ങൾ ഒരു എന്താ പറയുക ഒരു പലക പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രകാശത്തിൽ നിന്നൊരു മൊമെന്റം അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ എന്താ, സൂര്യന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, ഭൂമിയിൽ കിട്ടുന്നില്ല. അതൊരു കാര്യം. വേറൊരു കാര്യം, അവിടെ അന്തരീക്ഷം കുറേ അധികം സൂര്യപ്രകാശത്തിനെ ഡിഫ്ലക്ട് ചെയ്ത് സ്പേസിലോട്ട് തന്നെ വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭൂമിക്ക് ഒരു കട്ടിയുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അത് കാരണം അത് ചെലുത്തുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ത്രസ്റ്റ്, അല്ലെങ്കിൽ ഈ ലൈറ്റിൽ നിന്നുള്ള ത്രസ്റ്റർ ഒരു മുട്ടുസൂചിയുടെ മാസിന്റെ അത്രേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ സ്പേസിൽ ഇത്രയും ചെറിയ പക്ഷേ സ്പേസ് എന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മുട്ടുസൂചിയുടെ അത്രയും ഇത് കിട്ടിയാൽ പോലും നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് എന്ത് ചെയ്യും, പതിയെ ചലിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഈ ഒരു സോളാർ സെയിലിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ്. നമ്മുടെ നാസ വിട്ടിട്ടുള്ള മാർസിലോട്ട് വിട്ടിട്ടുള്ള, നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാസ വിട്ടിട്ടുള്ള പെർസിവറൻസ് റോവറും ക്യൂരിയോസിറ്റി റോവറൊക്കെ ദിശ മാറി പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്രോസ് സ്പേസ് ക്രാഫ്റ്റും പ്ലാനറ്ററി സൊസൈറ്റി വിട്ട കുറെ ഇക്രോസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റും സോളാർ സെയിൽ ഡി എന്ന് പറയുന്ന മിഷൻസും നാനോ സെയിൽ ഡി എന്ന് പറയുന്ന മിഷൻസും, ഇതെല്ലാം നമ്മുടെ സോളാർ സെയിലിംഗ് ടെക്നോളജി പോസിബിൾ ആണെന്നുള്ളതിന് പ്രൂഫാണ്. നിങ്ങൾക്ക് അതെല്ലാം വെറുതെ ഗൂഗിളും യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണികയാണ്. ആ ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണികയ്ക്ക് ഒരു മൊമെന്റം ഉണ്ട്. ആ ഒരു മൊമെന്റം നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് യൂസിങ് ദാറ്റ്. ഞാൻ നേരത്തെ ആ ഒരു സ്ലൈഡിൽ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നേരത്തെ സ്ലൈഡിൽ കാണിച്ചു, ഈ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു പട്ടം പോലെ ഇരിക്കുന്ന സംഭവം. ഈ ഒരു പട്ടം പോലെ ഇരിക്കുന്നതാണ് സോളാർ സെയിലുകൾ. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ എന്താ പറയുക പായക്കപ്പലിലുള്ള സെയിൽ, അതുപോലെ തന്നെ സോളാർ സെയിലുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോളാർ സെയിലിൽ തട്ടുമ്പോൾ ആ ഒരു സോളാർ സെയിലിന് മൊമെന്റം കിട്ടും. അപ്പോൾ ആ സോളാർ സെയിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റും സോളാർ സെയിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റ് മൂവ് ചെയ്യും. അത് പതിയെ മൂവ് ചെയ്തിട്ടാണ് സ്പീഡ് കൈവരിക്കുന്നത്. ഓക്കെ, Any another doubts? Any another doubts?
എന്തെങ്കിലും തരത്തിലുള്ള വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ആർക്കും എന്താ പറയാ ഡൗട്ട് ഇല്ലാന്നെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്ക്രീൻ ഓഫ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്പേസ് ക്രോപ്സ് ഇൻഡസ്ട്രീസിന്റെ എന്താ പറയുക കൂടെ കൊളാബറേറ്റ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫൈൻ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന്റെ കുറച്ച് റിയൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാനൊന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓണാക്കി നിങ്ങൾക്കൊന്ന് അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എങ്ങനെയാണ് ഈ പറയുന്ന ടെക്നോളജീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എന്താണ് വേം ഹോൾ എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്ടർ ഡ്രൈ ടെക്നോളജീസ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് ഓൺ ചെയ്യുവാണ്. എല്ലാവർക്കും എന്നെ കാണുന്നുണ്ടോ? ഹലോ, ഒന്ന് റിയാക്ട് ചെയ്യാവോ? ഒന്ന് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കി ഈ ഒരു പേപ്പറാണ് നമ്മൾ ഒരു സ്പേസ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു പേപ്പർ. ഇത് നമ്മൾ സ്പേസ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഒരു വേം ഹോൾ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ സ്പേസ് ടൈമിന്റെ ഈ ഒരു സ്പേസ് ടൈമിന്റെ ഒരു കർവേച്ചർ വെച്ചിട്ടാണ് വേം ഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടണൽ എന്ന് തന്നെ പറയും. അതായത് നമ്മൾ സ്പേസ് ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടണലാണെന്ന് തന്നെ പറയാം വേം ഹോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു 2 പോയിന്റ്, ഞാനിപ്പോ 2 പോയിന്റിലും അതായത് ഈ 2 വശത്തും ഈ 2 പോയിന്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 10 കോടി പ്രകാശ വർഷമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് 10 കോടി വർഷം, അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ ഞാൻ സഞ്ചരിച്ച 10 കോടി വർഷത്തിലേക്ക് എത്താനായിട്ട് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ ഒരു കാര്യത്തിനെ വളയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനെ എനിക്ക് വളയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 10 കോടി എന്നുള്ളത് എനിക്ക് 1 കിലോമീറ്റർ ആക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ഞാനിപ്പോ ഈ ഒരു ഇൻട്രസ്റ്റ്ലർ സിനിമയിലൊക്കെ ഇത് കണ്ടു, ഇവിടെ തമ്മിലുള്ള ദൂരം 10 കോടിയാണ്. ഞാൻ ഇതിനെ ജസ്റ്റ് ഈ പേപ്പറിനെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. ഇപ്പൊ ഇവിടത്തുള്ള ദൂരം നിങ്ങൾ നോക്കി, വളരെയധികം ചെറുതായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഒരു വേം ഹോൾ വർക്ക് ചെയ്യുന്നത്. അതായത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് അപ്പോൾ വേം ഹോൾ ഉണ്ടാവുന്നത് എന്നുള്ളത് അല്ലെ. വേം ഹോൾ ഉണ്ടാവുന്നതിന് ആക്ച്വലി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വേം ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സ്പേസ് ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന കർവേച്ചറാണ്. അതായത് നമുക്കൊരു വേം ഹോൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഈ പേപ്പർ തന്നെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ വളയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മാസ് അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഒന്ന് റിയാക്ട് ചെയ്യണേ. കാണാൻ പറ്റുന്നില്ലെങ്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയാ നമ്മുടെ വേം ഹോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്പേസ് ടൈം ഇതാണെന്ന് എഴുതിക്കോ. ഈ ഒരു സ്പേസ് ടൈമിലോട്ട് നമ്മൾ മാസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പേസ് ടൈം കർവ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്പേസ് ടൈമിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ മാസ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ടൈം കർവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബ്ലാക്ക് ഹോളിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു ബ്ലാക്ക് ഹോളിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പേസ് ടൈം കർവായി ചെറിയൊരു ഭാഗവും. അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു വേം ഹോൾ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് നമുക്ക് തിയറിറ്റിക്കലി മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഇതുവരെ പ്രാക്ടിക്കലി ഒരു വേം ഹോൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. നമുക്ക് ഇതെല്ലാം വളരെയധികം തിയറിറ്റിക്കലി ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ എന്ന് കാണിച്ചത്? അപ്പൊ നിങ്ങൾക്ക് വേം ഹോളിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു 2 പോയിന്റിലുമുള്ള ഈ ഒരു സ്പേസ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കർവ് ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങനെ കർവ് ചെയ്ത് നമ്മൾ ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് ആക്കുന്നു. അപ്പൊ ഇവിടുന്നും സഞ്ചരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ആക്കുന്നു. അതാണ് വേം ഹോൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ഡ്രൈ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റിയും ഉണ്ട് ആന്റി ഗ്രാവിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റിയും ആന്റി ഗ്രാവിറ്റി, അപ്പൊ അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഗ്രാവിറ്റി ആന്റി ഗ്രാവിറ്റി, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം കുഴിഞ്ഞിരിക്കും, ബാക്ക് ഭാഗം പൊങ്ങിയിരിക്കും. ഇതിന്റെ നടുക്ക്, അതായത് ഈ ഒരു ഭാഗത്തിന്റെ നടുക്ക് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് വെക്കും. അപ്പൊ ഇങ്ങനൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് ക്രാഫ്റ്റിന് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലായ? ഇങ്ങനെയാണ് വാട്ടർ ഡ്രൈ ടെക്നോളജി. അതായത് മുന്നിലെ സ്പേസ് ടൈം താഴേക്ക് കറങ്ങാതെയും മേളിലെ സ്പേസ് ടൈം ഇങ്ങനെ കറങ്ങുകയും ചെയ്യും. അതായത് നമ്മുടെ സർഫ് ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഇങ്ങനെ ഒരു തിരമാല ഉണ്ടാവും അല്ലെ, ഇങ്ങനെ ഒരു തിരമാലയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് അല്ലെ, അടുത്ത തിരമാലയിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് കയറി ഇറങ്ങി അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ഡ്രൈ ടെക്നോളജീസും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പേസ് ടൈമിനെ നമ്മൾ കർവ് ചെയ്യും. അപ്പൊ ഈ സ്പേസ് ടൈമിനെ കർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആന്റി മാറ്ററും ആന്റി ഗ്രാവിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രാവിറ്റി കൂട്ടി കൊടുക്കും. ഇവിടെ ഒരു ഗ്രാവിറ്റി, ഇവിടെ നമ്മളൊരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കും. ഇവിടെ നമ്മളൊരു ആന്റി ഗ്രാവിറ്റി അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റി ആന്റി ഗ്രാവിറ്റി കൂടെ ആകുമ്പോൾ ഈ സ്പേസ് ടൈം എന്ത് ചെയ്യും? ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെയും കൊണ്ട് ഇങ്ങനെ ചലിക്കും. ഇതാണ് വാട്ടർ ഡ്രൈ ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ഓർക്കാം, ഒരു സ്പേസ് ടൈമിൽ ക്രിയേറ്റ് ആവുന്ന കർവുകളെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ. അത് വളരെ ട്രമൻഡസ് ആയിട്ടൊരു ബോഡി ഒരു സ്പേസ് ടൈമിനെ കർവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു വളരെ ട്രമൻഡസ് ആയിട്ട് നമ്മുടെ ബോഡി സ്പേസ് ടൈമിനെ കർവ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ കർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ എന്ത് പറയാ, ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ സ്പേസ് ടൈം നമുക്ക് കർവ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മുടെ സ്പേസ് ടൈമിനെ കർവ് ചെയ്യുന്നത് വളരെ വലിയ നക്ഷത്രങ്ങൾ, മാസ് കൂടിയ നക്ഷത്രങ്ങൾ കുറെ ലൈഫ് സൈക്കിൾ ഉണ്ടാവുകയില്ല. അത് റെഡ് ജെയിന്റ്, വൈറ്റ് ഡ്വാർഫ്, റെഡ് ഡ്വാർഫ്. ഫസ്റ്റ് ഒരു നക്ഷത്രം പ്രോട്ടോസ്റ്റാർ, പിന്നെ യെല്ലോ ഡ്വാർഫ്, റെഡ് ഡ്വാർഫ്, പിന്നെ റെഡ് ജെയിന്റ് കഴിഞ്ഞാണ് റെഡ് ഡ്വാർഫ്. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, സൂപ്പർനോവ. മാസ് കൂടിയ നക്ഷത്രമാണെങ്കിൽ അത് സൂപ്പർനോവ ഉണ്ടാവും, അല്ലെങ്കിൽ മാസ് കുറഞ്ഞതാണെങ്കിൽ അത് എന്ത് ചെയ്യും, ഒരു വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഒരു മാസ് കൂടുതലുള്ള സ്റ്റാർ സൂപ്പർനോവ ആവുമ്പോൾ ഈ ഒരു നക്ഷത്രത്തിന്റെ കോർ ഭാഗം എന്ത് ചെയ്യും, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ള ഗ്രാവിറ്റിയിലോട്ട് ചുരുങ്ങി വളരെയധികം ചുരുങ്ങുമ്പോൾ അവിടെ എന്ത് ചെയ്യും, വലിയൊരു കർവ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. പ്രപഞ്ചത്തിന്റെ ആ ഒരു സ്പേസ് ടൈമിൽ വലിയൊരു കർവ് ക്രിയേറ്റ് ചെയ്യാം. ആ കർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് ചുറ്റുമുള്ള കർവ് നമുക്ക് ഓൾറെഡി അറിയാം, മാസ് കൂടുന്നതനുസരിച്ച്, കാരണം ഈ ഒരു കോറിന് നല്ല മാസ് ഉള്ള സാധനമാണ്. അപ്പൊ ഈ ഒരു മാസ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നല്ല കർവ് കൂടുന്നു. അപ്പൊ കർവ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ മാസ് കൂടുന്നു. മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഓട്ടോമാറ്റിക്കലി അവരുടെ ഗ്രാവിറ്റേഷണൽ പുള്ളും കൂടുന്നു അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷണൽ പുള്ളും കൂടുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവും. അപ്പൊ ബ്ലാക്ക് ഹോളിന്റെ തൊട്ടടുത്തുള്ള സാധനങ്ങളൊക്കെ ബ്ലാക്ക് ഹോൾ അങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്ലാക്ക് ഹോളിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോൾ പറഞ്ഞു, വേം ഹോൾ പറഞ്ഞു, നെച്ചർ അസ്ട്രോണമി ആൻഡ് ഇന്റർസ്റ്റെല്ലാർ യൂണിവേഴ്സ് കവർ ചെയ്തു, വാർ ഡ്രൈവ് ടെക്നോളജീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയറോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊപ്പൽഷൻ എന്ന് പറയുന്ന ഈ ഒരു വെബിനാർ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടോ? ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തന്നെ ഞാൻ കരുതുന്നു. സോ ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ അഭിജിത്ത് വി സർ ഫോർ ദ കൺക്ലൂഷൻ പ്രസന്റേഷൻ. അഭിജിത്ത്. First of all, let me thank you very much, Sabarish. It was a very interesting technical session. We were able to enjoy and we were able to understand each and every point that you were explaining. So thank you very much for a wonderful session. And moreover, we had got a lot of insights about the rocket propulsion system. And so it was very, very, very interesting. Thank you, Girish sir, for your presence in this wonderful webinar. And last but not the least, most importantly, all the participants who have participated. I believe that all of you had a very wonderful session. So thank you very much. We respect your feedback to a great extent. എല്ലാവരും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾ അതിന്റെ യെസ് പറയൂ സാർ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ഇതിന്റെ റെക്കോർഡിങ്സ് എല്ലാം ഞങ്ങൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം. അത് കാണാൻ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. സോ അവർക്ക് വേണ്ടി നമ്മളതിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ മുഴുവനായിട്ട് റെക്കോർഡഡ് ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ ജസ്റ്റ് വാച്ച് ദി വീഡിയോസ് ദാറ്റ് വി വിൽ ബി പബ്ലിഷിംഗ്. Thank you very much, all of you, and wish you good night to everybody. I hope we can wind up the session. Okay, എല്ലാവർക്കും good night. So thank you for joining with the Space Corps Industries. So anyway, good night. Have a great day. Thank you again. Thank you very much. ഗിരീഷ് സാറേ, ഹലോ. എല്ലാവരും വൈൻഡപ്പ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ലെഫ്റ്റ് ആയിക്കോളൂ. ഗിരീഷ് സാർ, അഭിജിത്ത് സാർ, പ്ലീസ്.